എല്ലാവർക്കും നമസ്കാരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനി. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. അനർപ്പിതചരീം ചിരാത് കരുണയാവതീർണ കലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം. ഹരിപുരട സുന്ദര ദ്യുതി കഥം വസന്തി പിതഃ സദാ ഹൃദയ കന്തരേ സുരതൂവാ സച്ചിനന്ദന. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതം അഹം വന്ദേ. പരമാനന്ദ മാധവ ഗുരു ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരേ കൃഷ്ണ. ഇപ്പൊ എല്ലാരും ഇന്ന് നാമം ജപിച്ചോ? ചാന്റ് ചെയ്തോ? ജപിച്ചു മാതാജി. എല്ലാരും ചെയ്തു അല്ലേ? അപ്പം ചാന്റിങ് എന്തുകൊണ്ടാ ഇമ്പോർട്ടന്റ്? ഈ ഹിതോപദേശ പറയുന്ന ഒരു ഇത്, അത് നിറച്ചും കഥകളാണ് ഹിതോപദേശയില്. അത് എഴുതിയത് നാരായണ പണ്ഡിത എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു ശ്ലോകമുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഭയമൈതുനം ച സമാന്യം സാമാന്യമേതത് പശുഭിർനരാണാം ധർമ്മോ ഹി തേഷാം അധികോ വിശേഷോ ധർമ്മേന ഹീനാ പശുഭിർ സമാനാഹ. എന്ന് വെച്ചാല് ആഹാര, നിദ്ര, ഭയ, മൈഥുനം, ഈ 4 കാര്യങ്ങളാണ് എല്ലാ പശുക്കൾ എന്ന് പറഞ്ഞാൽ ആനിമൽസ്. എല്ലാ ആനിമൽസും നമ്മളും മനുഷ്യരും ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഇപ്പോ കിട്ടിയിട്ടില്ല, അതാണ് വിളിക്കുന്നത്. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ.
ഈ 4 കാര്യങ്ങളാണ് മൃഗങ്ങളും ചെയ്യും മനുഷ്യരും ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഉണ്ണുക, ഉറങ്ങുക. മാതാജിയുടെ മൈക്ക് മ്യൂട്ടഡ് ആണോ? കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഞാന് ഒരു ഫോൺ വന്നോണ്ട് എടുത്തതാണ്. അപ്പോഴ് ഈ 4 കാര്യങ്ങള് മൃഗങ്ങളും ചെയ്യും നമ്മളും ചെയ്യും. എന്തൊക്കെയാണ്? ആഹാരം കഴിക്കും, നിദ്ര ഉറങ്ങും, പിന്നെയോ ആഹാര, നിദ്ര, ഭയം. നമുക്കും ഭയമുണ്ട് അല്ലെ? നമ്മള് ഭയമുള്ള കൊണ്ട് നമ്മള് സെൽഫ് ഡിഫെൻസിന് നോക്കും. എല്ലാവരും എങ്ങനെ സംരക്ഷിക്കാം നമ്മളെ എന്നുള്ള അവര് അതിനുള്ള പ്രവർത്തികൾ ചെയ്യും. അതും ആനിമൽസും ചെയ്യും മനുഷ്യരും ചെയ്യും. പിന്നെ മൈഥുനം എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഇതും ചെയ്യും. ഈ 4ഉം മനുഷ്യരും ചെയ്യും ആനിമൽസും ചെയ്യും. എന്നാ മനുഷ്യർക്ക് ഒന്നുകൂടി ഒരു വിശേഷം കൂടിയുണ്ട്. അതെന്താണ്? നമ്മള് ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി ആധ്യാത്മ കാര്യങ്ങളും കൂടി നമ്മൾ അനുഷ്ഠിക്കും. അത് മൃഗങ്ങൾ ചെയ്യാറില്ല, മനുഷ്യരെ ചെയ്യുന്നുള്ളൂ. ആധ്യാത്മിക കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക, ഈ റിലീജിയസ് ആക്ടിവിറ്റീസിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്നതിന് നമ്മള് ഒരു ഇത് അത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ. എല്ലാരും മ്യൂട്ട് ആക്കിയിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റാതെ വരും. അപ്പൊ മനുഷ്യര് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ റിലീജിയസ് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ആനിമൽസുമായിട്ട് ഒട്ടും വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. ആനിമൽസിന് എന്തൊക്കെ, ചിലതിന് കാലില്ല അല്ലെ? പാമ്പിനൊന്നും കാലില്ല. 1 കാലുള്ളതുണ്ട്, 2 കാലുള്ളുണ്ട്, 4 കാലുള്ളുണ്ട്, 3 കാലുള്ളുണ്ട്. പിന്നെ മില്ലിപീഡ് എന്ന് പറഞ്ഞാല് 1000 കാലുകളുള്ള ഉണ്ട്. സെന്റിപീഡ്, അതിന് 100 കാലുകള്. ഇങ്ങനെ പല ആനിമൽസിന് പല നമ്പർ ഓഫ് ലെഗ്സ് ആണ്. നമ്മളും അതുപോലെ തന്നെ 2 കാലുള്ള മൃഗമാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് റിലീജിയസ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ വി ആർ നോ ബെറ്റർ ദാൻ ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ റിലീജിയസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും അർച്ചനയ്ക്ക് കൊടുക്കുക, അങ്ങനെ പൂജാരിക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുക, അത് മാത്രമല്ല. അതല്ല റിച്വലിസ്റ്റിക് ആക്ടിവിറ്റീസ് അല്ല ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ റിലിജിയനെക്കാട്ടിലും കുറച്ച് വ്യത്യാസമാണ്. സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളും ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മളില് ഭഗവാന്റെ ഒരു അംശമാണെന്ന് അറിയുമ്പം നമ്മൾ ഭഗവാനെ പ്ലീസ് ചെയ്യാൻ നോക്കുക, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നോക്കുക. അതാണ് നമ്മളുടെ ധർമ്മം. അപ്പൊ ഇതിൽ പറയുന്നു ധർമ്മോഹി തേഷാം അധികോ വിശേഷോ. മനുഷ്യർക്കുള്ള എന്താണ്? ധർമ്മം ചെയ്യാൻ ഉള്ള ആ ഒരു അധിക വിശേഷമുണ്ട് ആനിമൽസിനെ കാട്ടിലും മനുഷ്യർക്ക്. ധർമ്മേണ ഹീന, ആ ധർമ്മം നമ്മൾ ചെയ്തില്ലെങ്കിൽ, അതില്ല എങ്കിൽ, ഹീന എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ധർമ്മ, നമ്മൾ പശുഭി സമാനഹ, നമ്മളും പശുക്കളുമായിട്ട് സമാനമാകും എന്ന് പറയുന്നു. അന്നത്തെ എന്ത് സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ് ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ കലിയുഗത്തില്? അത് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം
കലൗ നഷ്ട്യേവ നാസ്ത്യേവ 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 ഗതിർ അന്യത എന്ന് പറഞ്ഞാൽ ഹരേർ നാമം, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. ഇതല്ലാതെ കലിയുഗത്തിൽ വേറൊരു മാർഗമില്ല, വേറൊരു മാർഗമില്ല, വേറൊരു മാർഗമില്ല. അത് 3 തവണ എടുത്ത് പറയാണ്. എന്താ? ഹരേർ നാമയാണ്, ഹരേ കൃഷ്ണന്റെ നാമം ജപിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് 3 തവണ പറയുന്നു വേറെ ഒരു പ്രവൃത്തിയും ഇതിന് ഒപ്പം എത്തുന്നില്ല, വേറെ ഒരു മാർഗവും ഇല്ല കലിയുഗത്തിൽ ഭഗവാനെ സേവിക്കാൻ, ഭഗവാന്റെ അടുത്ത് എത്താന് എന്ന് പറയുന്നു. പിന്നെ ഭാഗവതത്തിലും 12ാമത്തെ സ്കന്ധത്തില് 3ാമത്തെ അധ്യായത്തില് 51ാമത്തെ വേഴ്സിലും പറയുന്നത് കലേർ ദോഷ നിധേ രാജൻ അസ്ത്യേകോ മഹാൻ ഗുണഃ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. അതിൽ പറയുന്ന കലിയുഗത്തിൽ കുറെ ദോഷങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ദോഷങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഒരു നല്ല ഗുണം, കലിയുഗത്തിൽ മാത്രം കിട്ടുന്ന ഒരു നല്ല ഗുണം എന്താണ്? നമുക്ക് വെറുതെ കൃഷ്ണന്റെ നാമം ജപിച്ചാൽ മതി, നമ്മൾക്ക് ഈ ലോകത്തുനിന്ന് പോയി ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. അപ്പൊ ബാക്കിയുള്ള യുഗങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ, തപസ് ചെയ്യണമായിരുന്നു, പിന്നെ യജ്ഞങ്ങൾ ചെയ്തു, പിന്നെ അർച്ചന വർഷിപ്പ് ചെയ്തു, ഭഗവാനെ ടെമ്പിളിലൊക്കെ പോയി വർഷിപ്പ് ചെയ്തു. ഇതൊന്നും വേണ്ട. കലിയുഗത്തില് വെറുതെ നമ്മൾക്കൊരു മൂലയിലിരുന്ന് ഹരേ നാമ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാൽ മാത്രം മതി എന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നാമം ജപിക്കുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവരും ഒരു തവണ എങ്കിലും നാമം ജപിക്കണം. ആദ്യമായിട്ട് കേറുന്നവരെല്ലാം തലോണ വേണം, തല പൊങ്ങിയിരിക്കാത്ത കാരണം. ഹരേ കൃഷ്ണ. എവിടെ ജയം പോയില്ല? ജയം പോയി. ഹരേ കൃഷ്ണ. എല്ലാരും ശ്രദ്ധിക്കണം, കേറിയാൽ ഉടനെ മ്യൂട്ട് ചെയ്യാന്, അല്ലെങ്കിൽ നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ആകും. ഓക്കെ. അപ്പോഴ് ഇതാണ് നമ്മൾ നാമം ജപിക്കേണ്ട ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കേറിയോ നോക്കട്ടെ. ലാസ്റ്റിലെന്ന് പറയാം. ഓക്കെ. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ്. ഇനി നമ്മൾ ലെസണിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾക്ക് 3ാമത്തെ ശ്ലോകമാണ് അല്ലെ. ഭഗവത്ഗീതയിലെ 1ാമത്തെ അധ്യായത്തിൽ 3ാമത്തെ ശ്ലോകമാണ് ഇന്ന് എടുക്കുന്നത്. നമുക്ക് കഴിയുത്തോളം 4ാമത്തെയും കൂടെ എടുക്കാൻ നോക്കാം എത്ര വരെയും പറ്റുന്നു. അപ്പൊ ഇന്ന് പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യാമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യാമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. ആരെങ്കിലും 2 പേർക്ക് പറയാം? ഹരേ കൃഷ്ണ. പറയും. ഹരേ കൃഷ്ണ. രാധേ രാധേ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 1. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹരേ കൃഷ്ണ. ഇനി ഒരാള് അതിന്റെ അർത്ഥവും ഇത് ട്രാൻസ്ലേഷനും പർപ്പോട്ടും കൂടെ വായിക്കുമോ മലയാളത്തില്? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പറയൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർത്ഥം: ആചാര്യ ഗുരു തവ അങ്ങയുടെ ശിഷ്യേണ ശിഷ്യനായും
ധീമത ബുദ്ധിമാനായും ഇരിക്കുന്ന ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ വ്യൂഹീകരിക്കപ്പെട്ട മഹതീം മഹത്തായ പാണ്ഡുപുത്രാണ പാണ്ഡുപുത്രരുടെ ഏതാം ചമും ഈ സേനയെ പശ്യ കാണുക. വിവർത്തനം. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഭാവാർത്ഥം. ജയശ്രീല പ്രഭുപാദ്. നയതന്ത്രജ്ഞനായ ദുര്യോധനന് സർവ സൈന്യാധിപനും മഹാബ്രാഹ്മണനുമായ ദ്രോണാചാര്യന്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. ദ്രൗപദിയുടെ പിതാവായ ദ്രുപദ രാജാവുമായി ദ്രോണാചാര്യർക്ക് രാഷ്ട്രീയ വൈരമുണ്ടായിരുന്നു. തൽഫലമായി ദ്രുപദ രാജാവ് ഒരു യാഗം ചെയ്യുകയും ദ്രോണാചാര്യരെ വധിക്കുവാൻ കഴിവുള്ള ഒരു പുത്രനുണ്ടാകാനുള്ള വരം നേടുകയും ചെയ്തു. ഇതെല്ലാം ആചാര്യന് നന്നായി അറിയാമെങ്കിലും ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നനെ അദ്ദേഹത്തിന്റെ കീഴിൽ സൈനിക അഭ്യാസത്തിന് അയച്ചപ്പോൾ ഉദാരമതിയായ ബ്രാഹ്മണൻ എന്ന നിലയിൽ തനിക്കറിയാവുന്ന ആയുധമുറകളെല്ലാം അദ്ദേഹം ദൃഷ്ടദ്യുമ്നന് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിൽ ദൃഷ്ടദ്യുമ്നൻ പാണ്ഡവരുടെ സഹായിയാണ്. ദ്രോണാചാര്യരിൽ നിന്നും കിട്ടിയ അറിവിനെ മുൻനിർത്തി അയാൾ പാണ്ഡവ സൈന്യത്തിന്റെ സംവിധാനം നടത്തുന്നു. ദ്രോണാചാര്യർ ഈ യുദ്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തുനിയാതെ ജാഗരൂകനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ദുര്യോധനൻ ആചാര്യന്റെ ഈ തെറ്റ് ചൂണ്ടിക്കാട്ടിയത്. ദ്രോണാചാര്യരുടെ ശിഷ്യരായ പാണ്ഡവരുമായുള്ള യുദ്ധത്തിലും ഇതുപോലുള്ള ദാക്ഷിണ്യം കാണിക്കരുതെന്നാണ് ദുര്യോധനൻ ഇവിടെ വ്യക്തമാക്കുന്നത്. വിശിഷ്യ അർജുനൻ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനും ബുദ്ധിശാലിയുമായ ശിഷ്യനാണല്ലോ. അത്തരം ഒരു ദയാദാക്ഷിണ്യം പരാജയത്തിലെ കലാശിക്കൂ എന്ന് ദുര്യോധനൻ മുന്നറിയിപ്പ് നൽകുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഇതാരാണ് ഈ ശ്ലോകം പറയുന്നത്? സഞ്ജയൻ. സഞ്ജയന. വേറെ ആർക്കെങ്കിലും ഒരു ഉത്തരം ഉണ്ടോ ഇതിന്? ദ്രോണാചാര്യരോട്. ദുര്യോധനൻ ദ്രോണാചാര്യോട് പറയൂ. ആ, ശരിക്കും ശരിയാണ്. രണ്ട് ആൻസറും ശരിയാണ്. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുകയാണ്. എന്നിട്ട് ഇത് ശരിക്കും ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുക്ക ചെന്ന് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ? അപ്പം ശരി, ഇത് ഓ മൈ ടീച്ചർ, ബിഹോൾഡ് ദ ഗ്രേറ്റ് ആർമി ഓഫ് ദ സൺസ് ഓഫ് പാണ്ഡു, സോ എക്സ്പെർട്ട്ലി അറേഞ്ച്ഡ് ബൈ യുവർ ഇന്റലിജന്റ് ഡിസൈപ്പിൾ ദ സൺ ഓഫ് ദ്രുപദ. ഞാൻ ഇംഗ്ലീഷിലെയാണ് വായിച്ചത്. അപ്പൊ ഇങ്ങനെ പറയുന്നത് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുക്ക പറയാണ്. അപ്പൊ ദുര്യോധനൻ ഇങ്ങനെ ദ്രോണാചാര്യരുടെ അടുക്ക പറഞ്ഞു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയാണ്. അപ്പൊ രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പൊ എന്താണ് ദുര്യോധനന്റെ അടുക്കൽ ദുര്യോധനൻ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പശ്യേതാം എന്ന് പറഞ്ഞാൽ നോക്കൂ എന്ന് പറയാണ്. പാണ്ഡുപുത്രാനാം, പാണ്ഡുവിന്റെ പുത്രന്മാര്, ആചാര്യ മഹതീം ചമും. അപ്പൊ നോക്കൂ ആചാര്യ. ഈ സംസ്കൃതത്തിൽ പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേർഡ്സ് മാറിയിരിക്കുവേ. അപ്പൊ പറയുന്ന നോക്കൂ ആചാര്യ, പാണ്ഡുപുത്രന്മാരുടെ മഹത്തായ ചമൂം എന്ന് പറഞ്ഞാല് ആ മിലിറ്ററി സേന, ആ സേന നോക്കൂ, അവര് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സേന നോക്കൂ എന്ന് പറയുന്നു. വ്യൂഢാം ദ്രുപദപുത്രേണ, ആ വ്യൂഢം അത് വ്യൂഹീകരിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? ദ്രുപദപുത്രേണ, ദ്രുപദപുത്രനാൽ വ്യൂഹീകരിച്ച ആ മഹത്തായ സൈന്യ നേരെ കാണൂ എന്ന് പറയാണ്. എന്നിട്ട് ആരാണ് ഈ പുത്രൻ? തവ ശിഷ്യേണ ധീമത, അങ്ങയുടെ, തവ എന്ന് പറഞ്ഞ അങ്ങയുടെ, ശിഷ്യേണ ശിഷ്യനായ, ധീമത, ധീ എന്ന് പറഞ്ഞാല് ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യൻ ദ്രുപദപുത്രനാണ് ഈ സൈന്യത്തെ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരുടെ അടുക്ക ചെന്ന് പറയുകയാണ്.
ഇനി ഇത് പറയാനുള്ള കാരണം എന്താണ്? ഈ ഒന്നാമത് ദ്രോണാചാര്യരുടെ എന്തിനു പോയി പറഞ്ഞു? സേനാപതിയാണ് ഇപ്പം കൗരവരുടെ സേനാപതി എന്ന് പറയുന്നത് ദുര്യോധനനല്ല, ഭീഷ്മരാണ്, ഭീഷ്മാചാര്യരാണ് കൗരവ സൈന്യത്തിന്റെ സേനാപതി. അപ്പം സേനാപതിയുടെ അടുക്കലല്ലേ നാച്ചുറലി ചെന്ന് പറയേണ്ടത്? കണ്ടില്ലേ ആ സൈന്യ നിരകൾ കണ്ടില്ലേ, എത്ര ഭംഗിയായിട്ട് അവര് അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് ചെന്ന് പറയേണ്ടത് ശരിക്കും സേനാപതിയുടെ അടുത്താണ്. പക്ഷെ എന്തുകൊണ്ട് ദ്രോണാചാര്യരുടെ അടുക്ക ഇക്കാര്യം പറഞ്ഞു എന്നുള്ളത് അതിന് ഒരു കാരണമുണ്ട്. എന്തായിരുന്നു അത്? ഈ വേഴ്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ദ്രുപദപുത്രൻ അറേഞ്ച് ചെയ്തു. ദ്രുപദപുത്രൻ ഒരു പേരില്ലേ? എന്തുകൊണ്ട് അങ്ങേരുടെ പേര് വെച്ച് പറഞ്ഞില്ല? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദ്രുപദനും ദ്രോണാചാര്യരും തമ്മിൽ ഒരു വൈര്യമുണ്ട്, അവര് തമ്മിൽ ഒരു എൻമിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൃഷ്ടദ്യുമ്നൻ എന്നാണ് ദ്രുപദപുത്രന്റെ പേര്. ദൃഷ്ടദ്യുമ്നനാണ് ഈ ആർമി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ദൃഷ്ടദ്യുമ്നൻ എന്നുള്ള പേര് പറയാതെ ദ്രുപദപുത്രൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇനി എന്തായിരുന്നു അവര് തമ്മിലുള്ള എൻമിറ്റി എന്ന് നമുക്ക് കാണാം. ഈ ദ്രുപദ ഒരു രാജാവാണ്, പാഞ്ചാല രാജ്യത്തെയാണ്. അപ്പൊ ഈ ദ്രുപദനും ദ്രോണാചാര്യരും ഒരു ഗുരുകുലത്തിൽ പോയാണ് പഠിച്ചത് ചെറുപ്പത്തില്. അവര് രണ്ടുപേരും വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അതിനും ഒരു റീസൺ ഉണ്ട്. ദ്രോണാചാര്യര് ഭയങ്കര മിടുക്കനായിരുന്നു എല്ലാത്തിലും. എസ്പെഷ്യലി ഈ ആയുധകലയില് ഭയങ്കര എക്സ്പേർട്ടായിരുന്നു. ദ്രുപദൻ അത്ര മിടുക്കനല്ലായിരുന്നു. അപ്പം ദ്രോണാചാര്യരുടെ ഹെൽപ്പ് ചോദിക്കും. നമ്മൾ ഇപ്പോഴും സ്കൂളിൽ അങ്ങനെയല്ലേ, നമ്മൾ മിടുക്കരായ കുട്ടികളുടെ അടുക്കല് അത്ര മിടുക്കില്ലാത്തവർ ചെന്ന് ഹോംവർക്ക് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പുകൾ ചോദിക്കും. അതുപോലെ ഈ ഹോംവർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടി എപ്പോഴും ദ്രോണാചാര്യരുടെ അടുക്കൽ ചോദിച്ചാണ് ദ്രുപദൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവര് തമ്മിൽ വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആയി. അപ്പൊ ഈ ഗുരുകുലത്തിലെ ശിക്ഷണമൊക്കെ കഴിഞ്ഞ് അവര് പോകാൻ നേരത്ത്, അവര് പിരിയാൻ നേരത്ത് ദ്രുപദൻ ഒരു പ്രോമിസ് കൊടുക്കും ദ്രോണാചാര്യർക്ക്. ദ്രോണൻ എന്നാണ് അപ്പോഴത്തെ പേര്, ആചാര്യനായില്ല. അപ്പൊ ദ്രോണയ്ക്ക് ഒരു പ്രോമിസ് കൊടുക്കും. എന്താണ്? ഞാൻ രാജാവാകുമ്പം നിനക്ക് ഞാൻ എൻ്റെ രാജ്യത്തിന്റെ പകുതി തരാമെന്ന് പറയും. കൊച്ചുകുട്ടികൾ തമ്മിൽ ഇങ്ങനെ പറയാറുണ്ടല്ലേ, നമ്മളും കുട്ടികളായിരിക്കുമ്പോ ഞാൻ ഇത് ചെയ്തു തരാം, ഞാൻ വലുതാവുമ്പോ നിനക്ക് ഇത് തരാം അത് തരാം എന്നൊക്കെ പറയും. അതുപോലെ ദ്രുപദൻ പറയും, ഞാൻ രാജാവാകുന്ന സമയത്ത് നിനക്ക് എൻ്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അപ്പം ദ്രോണ പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ നിന്റെ അപ്രോച്ച് ചെയ്യാം എന്ന് പറയും. അങ്ങനെ അവര് പിരിയും. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ ദ്രുപദൻ ഈ പാഞ്ചാല രാജ്യത്തിന്റെ അധീപനാകും, രാജാവാകും. ദ്രോണാചാര്യരോ, ദ്രോണന്റെ അച്ഛൻ ഭരദ്വാജ മുനിയാണ്. ഒരു മുനിയുടെ മകനാണ്. അതും ഒരു കഥയുണ്ട്. ഭരദ്വാജ മുനി ഒരു അപ്സരസിനെ കാണും, ഞാൻ പേര് മറന്നുപോയി കേട്ടോ. ഒരു അപ്സരസിനെ കാണുമ്പോഴ് ഈ സീമൻ വിടും. അപ്പൊ അത് ഒരു ഇതിൽ കളക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന കുഞ്ഞാണ്, ആ സീമനിൽ നിന്നുണ്ടാകുന്ന കുട്ടിയാണ് ദ്രോണൻ എന്ന പേര് കൊടുക്കുന്നത്. അതിനൊരു അർത്ഥവുമുണ്ട് കേട്ടോ. ദ്രോണ എന്നുള്ളതിന്റെ വാക്കിന് അർത്ഥമുണ്ട്, ഞാൻ മറന്നുപോയി. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന മകനാണ് ദ്രോണ. അപ്പൊ നമുക്ക് ഊഹിക്കാല്ലേ, മുനിമാർക്കൊന്നും കാശൊന്നുമില്ല, അവര് ദരിദ്രരാണ് അല്ലെ. അപ്പൊ അങ്ങനെ ദാരിദ്ര്യത്തിൽ വളർന്നതാണ് ദ്രോണ. എന്നിട്ട് ദ്രോണ കല്യാണം കഴിക്കും. ആരെയാണ്? കൃപാചാര്യന്റെ ട്വിൻ സിസ്റ്റർ ആയ കൃപിനെ കല്യാണം കഴിക്കും. എന്നിട്ട് അവരും ഇങ്ങനെ തന്നെ ഉണ്ടായതാ കേട്ടോ.
ഈ അവരുടെ അച്ഛനും ഒരു മുനി ആയിരുന്നു. എന്നിട്ട് ഒരു അപ്സരസിനെ കാണുമ്പം ഉണ്ടാകുന്ന കുട്ടികളാണ് കൃപനും കൃപിയും. അവർ ട്വിൻ ചിൽഡ്രൻ ആണ്. അപ്പൊ അങ്ങനെ കൃപിയെ കല്യാണം കഴിക്കും ദ്രോണൻ. അവർക്കുണ്ടാകുന്ന കുട്ടിയാണ് അശ്വത്ഥാമ. അവരപ്പം വളരെ പുവറാണ്. അപ്പൊ അശ്വത്ഥാമാവിന് പാല് പോലും കൊടുത്തിട്ടില്ല, അറിയില്ല പാല് എങ്ങനെ ഇരിക്കുന്ന പോലും അശ്വത്ഥാമാവിന് അറിയില്ല. അപ്പം കൂട്ടുകാരെല്ലാം ഒരു ദിവസം അശ്വത്ഥാമയെ കളിയാക്കാൻ വേണ്ടി കുറച്ച് അരി മാവ് വെള്ളമിട്ട് കലക്കി പാല് പോലെ ആക്കിയിട്ട് അശ്വത്ഥാമാവിന് പാല് കുടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അശ്വത്ഥാമാവ് അത് കുടിക്കും. അശ്വത്ഥാവിന് മനസ്സിലാവില്ല അത് പാലല്ല എന്നുള്ളത്. ഇത് ദ്രോണാചാര്യർ അറിയുമ്പം ഭയങ്കര വിഷമം വരും. അങ്ങനെ മകന് പാല് പോലും കൊടുക്കാനുള്ള അവസ്ഥയില്ലല്ലോ എനിക്ക് എന്ന് ഓർത്തിട്ട്. അപ്പൊ ദ്രോണാചാര്യർ വിചാരിക്കും, എൻ്റെ കൂട്ടുകാരനാണല്ലോ ദ്രുപദൻ, അപ്പൊ ദ്രുപദ മഹാരാജാവിൻ്റെ അടുക്ക ചെന്നിട്ട് ഞാൻ കുറച്ച് പശുക്കളെ തരാമോ എന്ന് ചോദിക്കാം. അപ്പം പാല് കുടിക്കാമല്ലോ അശ്വത്ഥാമാവിന്. അതിനു വേണ്ടി ദ്രുപദ രാജ്യത്ത് ചെല്ലും. അപ്പം അവര് അകത്തോട്ട് പോലും കയറ്റില്ലായിരുന്നു. ഈ ഭടന്മാർ, ഗേറ്റ് കീപ്പേഴ്സ് അകത്ത് പോലും കയറ്റില്ല, ഇത്രയും മുഷിഞ്ഞ വേഷവും ഒക്കെ ആയിട്ട് വന്ന ആളെ. പിന്നെ എങ്ങനെയോ ദ്രുപദന്റെ അടുത്ത് വരെ എത്താൻ സാധിച്ചു, കുറെ ഇങ്ങനെ പ്ലീഡ് ചെയ്യുമ്പോ. അപ്പൊ ദ്രുപദന് അറിഞ്ഞ ഭാവം പോലും കാണിക്കില്ല. അപ്പം ഈ ദ്രോണാചാര്യര് പറയും, എന്നെ ഓർമ്മയില്ലേ, നമ്മൾ ഒന്നിച്ച് പഠിച്ചല്ലേ, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ എന്ന് പറയുമ്പോ പറയും, അതെങ്ങനെയാ ഒരു രാജാവും ഒരു ദരിദ്രനുമായിട്ട് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ പറ്റും, അത് അങ്ങനെ പോസിബിൾ അല്ല എന്ന് പറയും. എന്നിട്ട് ഒടുക്കം എന്തിനാ വന്നത്, പശുവിന് വേണ്ടിയല്ലേ. അപ്പം ഈ മന്ത്രിമാരെടുക്ക പറയും അയാൾക്ക് കുറച്ച് പശുക്കളെ കൊടുത്ത് വിടാൻ പറയും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ദ്രോണാചാര്യർക്ക് ഹേർട്ടാവും. എന്നിട്ട് ഈ പശുവിനെ ഒന്നും എടുക്കാതെ പോകും. എന്നിട്ട് ദ്രോണാചാര്യര് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ബ്രാഹ്മണനായിട്ടിരുന്നാല് കാര്യം നടക്കില്ല, എനിക്ക് കാശ് വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു കലയാണ് ആയുധം കല, അല്ലെ. അപ്പൊ അത് പഠിപ്പിക്കണം, ക്ഷത്രിയന്മാരെ അത് പഠിപ്പിച്ചാല് എനിക്ക് കാശുണ്ടാകും എന്ന് ദ്രോണാചാര്യര് വിചാരിക്കും. ഇപ്പോഴും ദ്രോണനാണ്, ആചാര്യനായിട്ടില്ല. അപ്പൊ ഇങ്ങനെ നടന്ന് ഈ ഹസ്തിനപുരത്തിൽ എത്തുമ്പോഴ് അവിടെ പാണ്ഡവന്മാരും കൗരവന്മാരും കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കളിക്കുമ്പോ അവരുടെ ബോള് ഒരു കിണറിൽ വീഴും. അപ്പൊ അവർക്ക് ഒരു വിധത്തിലും അത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവര് അത് ശ്രമിച്ചോണ്ടിരിക്കുമ്പോ അതിലെ ദ്രോണ വരും. അപ്പൊ ദ്രോണാചാര്യര് ചോദിക്കും, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ആ വെള്ളത്തിൽ നിന്ന് ബോൾ എടുക്കണം എന്ന് പറയും. അപ്പം ദ്രോണാചാര്യര് കുറച്ച് പുല്ലുകൾ എടുത്തിട്ട് അത് ഇട്ടിട്ട് ഒന്നിന്മേൽ ഇട്ടിട്ട് എന്നിട്ട് അത് വലിക്കുമ്പം ഈ ബോള് കിട്ടും. അപ്പൊ അവർക്ക് ഭയങ്കര അതിശയമാകും, എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത്. പുല്ലാണോ എനിക്ക് തോന്നുന്നു, ആരോസ് തന്നെ വെച്ചാണ് കേട്ടോ. ഈ ആരോ ഇട്ടിട്ട് ഒരു ആരോയുടെ മുകളിൽ ഒന്ന് അങ്ങനെ ആക്കി എന്നിട്ട് ഈ ആരോ വലിക്കുമ്പം ഈ ബോളും കൂടെ കൈ കിട്ടും. അപ്പൊ അർജുനനും യുധിഷ്ഠിർക്കും എല്ലാ പാണ്ഡവർക്കും കൗരവർക്കും ഒക്കെ ഭയങ്കര അതിശയമാകും അത് കണ്ടപ്പം. അപ്പൊ ആരാണ് എന്ന് ചോദിക്കുമ്പോ പറയും, ഞാൻ ആരാണെന്ന് നിങ്ങളുടെ പിതാമഹൻ, നിങ്ങളുടെ അപ്പൂപ്പനായ ഭീഷ്മരോട് ചോദിച്ചാൽ അറിയാമെന്ന് പറയും. അപ്പൊ ഭീഷ്മരോട് ചോദിക്കും, ദ്രോണ എന്ന് പറയുന്ന ആരാണെന്ന് ചോദിക്കുമ്പോ ശരിക്കും ദ്രോണാചാര്യരുടെ ഗുരു പരശുരാമനും പഠിപ്പിച്ചിട്ടുണ്ട് ദ്രോണാചാര്യരെ. അപ്പൊ ഭീഷ്മരെയും പരശുരാമൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവര് കോ ഡിസൈപ്പിൾസ് ആണ്, ഗോഡ് ബ്രദേഴ്സ് പോലെയാണ്. അപ്പം ഭീഷ്മാചാര്യർക്ക് മനസ്സിലാകും ദ്രോണാചാര്യരാണ്, അത്രയും മിടുക്കനാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ കൗരവരെയും പാണ്ഡവരെയും പഠിപ്പിക്കാന് ഏൽപ്പിച്ചു. അങ്ങനെ ദ്രോണാചാര്യര് ഭയങ്കര റിച്ചായി. അപ്പം ഈ കൗരവരെ മാത്രമല്ല, കൗരവരെന്ന് പറഞ്ഞാൽ പാണ്ഡവരെയും കൗരവ വംശത്തിൽ തന്നെയാണ്.
അപ്പൊ പാണ്ഡവരെയും കൗരവരെയും മാത്രമല്ല പഠിപ്പിച്ച് ആ ഒരു ഏജില്, ആ ഒരു ഈറയിൽ ഉണ്ടായിരുന്ന, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലരും വന്ന് ദ്രോണാചാര്യരിൽ നിന്ന് പഠിച്ചു ആയുധകല. അങ്ങനെ അവര് പഠിച്ച് അവര് തീർന്നു. പഠിച്ചു കഴിഞ്ഞപ്പോഴ് ഗുരുദക്ഷിണയായിട്ട് ദ്രോണാചാര്യര് അവരോട് പറയും, എനിക്ക് ഗുരുദക്ഷിണയായിട്ട് വേണ്ടത് നിങ്ങൾ ദ്രുപദ രാജ്യത്ത് പോയിട്ട് ദ്രുപദനെ തോൽപ്പിച്ചിട്ട് ബൈൻഡ് ചെയ്ത് ഇങ്ങ് കൊണ്ടുവരണം, കൊല്ലരുത്, ദ്രുപദനെ എന്റെ മുൻപിൽ കൊണ്ട് നിർത്തണം എന്ന് പറയും. അപ്പൊ കൗരവര് ആദ്യം പറയും ഞങ്ങൾ പോയി ചെയ്യാമെന്ന് പറഞ്ഞ് കൗരവര് ദുര്യോധനനും ബാക്കി ബ്രദേഴ്സും പോയി ദ്രുപദനായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പൊ ദ്രുപദൻ ഇവരെ തോൽപ്പിച്ചിട്ട് ദുര്യോധനനെ ബൈൻഡ് ചെയ്തിടും. അപ്പൊ പിന്നെ അർജുനൻ പറയും ഞങ്ങൾ പോയി ചെയ്യാമെന്ന് പറഞ്ഞ് അർജുനൻ പോയിട്ട് ദ്രുപദനെ തോൽപ്പിക്കും. എന്നിട്ട് ഈ കൗരവരെ എല്ലാം റിലീസും ചെയ്ത് ദ്രുപദനെ ദ്രോണാചാര്യരുടെ അടുത്ത് കൊണ്ടുവരും. അപ്പൊ ദ്രോണാചാര്യരെ പറയും, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, അപ്പം തോൽപ്പിച്ചില്ലേ, അപ്പൊ ശരിക്കും ഈ ദ്രുപദന്റെ രാജ്യം മുഴുവനും ദ്രോണാചാര്യർക്കായി അല്ലെ. നമ്മള് കിങ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് തോൽക്കുന്ന ആളുടെ രാജ്യം കീഴടക്കും അല്ലെ മറ്റേ രാജാവ്. അത് അപ്പൊ പറയും, ദ്രോണാചാര്യര് പറയും, ഇപ്പം എന്റേതായി, നിന്റെ രാജ്യം എന്റേതായി മുഴുവനും. പക്ഷെ എനിക്ക് മുഴുവനും വേണ്ട, ഞാൻ പകുതി രാജ്യം നിനക്ക് തിരിച്ചു തരികയാണ്. എന്തുകൊണ്ടാണ്? എന്നാലല്ലേ ഇക്വാളിറ്റി ഉള്ളൂ. നീ തന്നെ പറഞ്ഞു ഒരു രാജാവും ഒരു ദരിദ്രനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവാൻ പറ്റില്ല, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ തമ്മിലേ ഫ്രണ്ട്ഷിപ്പ് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിനക്ക് ഹാഫ് ദ കിങ്ഡം ഞാൻ തിരിച്ചു തരികയാണ് എന്ന് പറയും. അപ്പം ദ്രുപദൻ സോറിയൊക്കെ പറഞ്ഞ് അംഗീകരിക്കും ദ്രോണാചാര്യ. എന്നാല് മനസ്സില് ആ വൈരാഗ്യം ദ്രുപദന് ഉണ്ടായി. അപ്പൊ ഇങ്ങനെ നാണം കെടുത്തിയതിന് ദ്രുപദന് ഭയങ്കര ദേഷ്യം ഉള്ളിലുണ്ടായി. എന്നിട്ട് ഒരു വലിയ യജ്ഞം ചെയ്യും. ആ യജ്ഞത്തില് എന്തിനു വേണ്ടിയാ? ദ്രോണാചാര്യരെ കൊല്ലാൻ വേണ്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു മകനെ വേണം എന്നായിരുന്നു ആഗ്രഹം. അതിനു വേണ്ടി ഒരു യജ്ഞം നടത്തും. അപ്പൊ ആ യജ്ഞം നടത്തുമ്പം ഈ യജ്ഞത്തിന്റെ അഗ്നി ഭയങ്കരമായിട്ട് ആളിക്കത്തിയിട്ട് അതിൽ നിന്ന് ഒരു യുവാവ് ഇറങ്ങി വരും. എന്താ, ബോ ആൻഡ് ആരോ ഒക്കെ ഉണ്ട്, ആർമർ എന്ന് പറഞ്ഞാൽ എന്താ, കവചവും അസ്ത്രവും, ബോയിനെന്താ വില്ലും അമ്പും ഒക്കെ ആയിട്ട് ഒരു നല്ല തേജസ്വിനായിട്ടുള്ള ഒരു യുവാവ് ഇറങ്ങി വരും. അപ്പൊ ഒരു അശരീരി കേൾക്കും, ഈ മകന് ദ്രോണാചാര്യരെ കൊല്ലും എന്ന് അശരീരി കേൾക്കും. അത് ആ മകന് ദൃഷ്ടദ്യുമ്നന് പേര് കൊടുക്കും. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞ ഉടനെ പിന്നെയും അഗ്നി ഭയങ്കരമായിട്ട് ആളിക്കത്തിയിട്ട് അതിൽ നിന്ന് ഒരു അതിസുന്ദരിയായ ഒരു സ്ത്രീയും ഇറങ്ങി വരും. കറുത്ത നിറമാണ്, പക്ഷെ ഭയങ്കര സുന്ദരിയായ ഒരു. അപ്പൊ വേറെ അശരീരി കേൾക്കും, ഈ കുട്ടി കാരണം പല രാജാക്കന്മാരും മരിക്കാൻ ഇടവരും, കൗരവ വംശം മുഴുവനും നശിക്കും ഈ ഒരു കുട്ടി കാരണം എന്ന് അശരീരി കേൾക്കും. ആ കുട്ടിയാണ് കൃഷ്ണ എന്ന് പേരിടും. കറുത്ത നിറത്തിന് കൃഷ്ണ അല്ലെ, കൃഷ്ണ എന്ന് പേരിടും. അല്ലാതെ ദ്രുപദന്റെ മോളായോണ്ട് ദ്രൗപദി എന്ന പേരും കിട്ടും. ഈ ദ്രൗപദിയാണ് പിന്നെ പാണ്ഡവന്മാരെ കല്യാണം കഴിക്കുന്ന ദ്രൗപദി. പാഞ്ചാലി എന്നൊരു പേരുമുണ്ട്. എന്താ വെച്ചാൽ പാഞ്ചാല രാജ്യത്തിലെ മോളായോണ്ട് പാഞ്ചാലി എന്ന പേരും ദ്രൗപദിക്കുണ്ട്. അപ്പൊ ഇങ്ങനെ ദ്രുപദന് ഒരു മകൻ കിട്ടുന്നതാണ് ദൃഷ്ടദ്യുമ്നൻ. എന്നിട്ട് എന്ത് ചെയ്തു ദ്രുപദൻ? ഈ മകനെ ദ്രോണാചാര്യരുടെ അടുക്ക ചെന്നു ആയുധകല പഠിക്കാന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ദ്രോണാചാര്യരെ കൊല്ലാൻ വേണ്ടി ഉണ്ടായ മകൻ. അത് ദ്രോണാചാര്യർക്കും അറിയാം ഇങ്ങനെ ഒരു യജ്ഞം ചെയ്തു, എന്നിട്ട് ദ്രോണാചാര്യരെ കൊല്ലാൻ വേണ്ടി ഒരു മകൻ ജനിച്ചു, അത് ദൃഷ്ടദ്യുമ്നനാണെന്ന്. എന്നിട്ട് ഈ ദ്രുപദൻ എന്ത് ചെയ്തു, വളരെ ക്ലവറായിട്ട് ഈ മകനെ ദ്രോണാചാര്യരുടെ അടുത്ത് വിട്ടു. പക്ഷെ ദ്രോണാചാര്യര് പഠിപ്പിച്ചു കൊടുത്തു എല്ലാ ആയുധ കലകളും. ഈ ദ്രുപദന്റെ മകനെ പഠിപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ്? അതൊരു ബ്രാഹ്മണന് ന്യായമായിട്ടേ ചെയ്യുള്ളൂ. അയാൾക്ക് ദോഷം വരുന്നതാണെങ്കിലും നല്ല ബാക്കിയുള്ളവർക്ക് ഹിതം വരുന്ന പോലെ ചെയ്യുള്ളൂ. പിന്നെ വേറൊരു റീസൺ എന്താന്ന് വെച്ചാൽ ദ്രുപദനോടുള്ള ആ നന്ദി സൂചകമായിട്ട്, എന്നുവെച്ചാൽ ഹാഫ് ദ കിങ്ഡം കിട്ടിയില്ലേ, അതിനെ ഉള്ള നന്ദി സൂചകമായിട്ട് ആ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാൻ വേണ്ടി ദൃഷ്ടദ്യുമ്നനെ എല്ലാ ആയുധ കലകളും പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ പറയാണ്, എന്താ, ദുര്യോധനൻ പറയാണ്, തവ ശിഷ്യേണ ധീമത, നല്ല ബുദ്ധിശാലിയായ അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രൻ ആണ് ഈ വ്യൂഢം, ഈ സേന വ്യൂഹീകരിച്ചത് എന്ന്, അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്ന്. അപ്പം ആരുടെ കയ്യിൽ നിന്നാ ഈ കല പഠിച്ചത്? ദ്രോണാചാര്യര്. എന്നിട്ട് ദ്രോണാചാര്യരുടെ എതിരായിട്ട് നിൽക്കുന്ന സേനയെ നല്ലോണം അറേഞ്ച് ചെയ്ത് ഈ പഠിച്ചത് ഉപയോഗിച്ച് അത് നല്ലോണം അറേഞ്ച് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു എന്ന് ദുര്യോധനൻ പറയാണ് ദ്രോണാചാര്യരോട്. അപ്പൊ ഇതിൽ നിന്ന് ദ്രോണാചാര്യർക്ക് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്, നീ നിന്റെ ഉദാര മനസ്ഥിതി കാരണം നീ അയാളെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി ഇതേപോലെ നീ ഉദാര മനസ്സ് കാണിച്ചിട്ട്, ഈ പാണ്ഡവരോട് ഭയങ്കര ഇഷ്ടമാണ് ദ്രോണാചാര്യർക്ക്. ഈ ആചാര്യനായിട്ട് ഇവരെ രണ്ടുപേരെയും ആയുധകല പഠിപ്പിച്ചപ്പം പാണ്ഡവരെയാണ് കൂടുതൽ ഇഷ്ടമായിരുന്നത്. എന്താന്ന് വെച്ചാൽ അവര് വളരെ ധർമ്മിഷ്ഠരായിരുന്നു, കൗരവരെ കൊള്ളില്ലായിരുന്നു. അതും അർജുനനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ദ്രോണാചാര്യർക്ക്. എന്ത് പഠിപ്പിച്ചാലും വേഗം പഠിച്ചെടുക്കുമായിരുന്നു അർജുനൻ. അത് കാരണം അർജുനനോട് പ്രത്യേക ഒരു മമതയുണ്ടായിരുന്നു ദ്രോണാചാര്യർക്ക്. എന്നിട്ട് വേറെ ആരെയും പഠിപ്പിക്കാതെ ബ്രഹ്മാസ്ത്രം എങ്ങനെയാ ഉപയോഗിക്കേണ്ടതെന്നുള്ള അത് പഠിപ്പിച്ചു കൊടുത്ത അർജുനനെയാണ്. അപ്പൊ അഭിമന്യു മകൻ അല്ലേ, മകനും പഠിക്കണം ഇതെന്ന് പറയും. എന്നിട്ട് എങ്ങനെ എയ്യണം എന്നുള്ളത് ദ്രോണാചാര്യര് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ എങ്ങനെ അതിനെ തിരിച്ചെടുക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തില്ല. എന്തോ കാരണം കൊണ്ട് അത് പഠിപ്പിച്ചില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അത് അർജുനനെ എന്തുകൊണ്ടാ ഏറ്റവും നല്ല ഈ ആർച്ചറിയില് ഏറ്റവും നല്ല മിടുക്കനായിരുന്നു അർജുനൻ. ആ ഒരു കാലഘട്ടത്തില്, ആ ഒരു ഏജ് ഗ്രൂപ്പില് ഏറ്റവും മിടുക്കന് അർജുനനായിരുന്നു. ഒരു ടെസ്റ്റ് നടത്തും ദ്രോണാചാര്യര്. ഒരു കിളി, ഇത് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു കിളിയാണ്. അതിനെ ഒരു മരത്തിന്റെ മുകളിൽ വെച്ചേച്ച് ഇവരോടെല്ലാരോടും അതിനെ എയ്യണം, അതിന്റെ തല വെട്ടിക്കളയണം. ചില ഇതിലൊക്കെ പറയുന്ന കണ്ണിലെയും ചെയ്യണം എന്നാണ്. മഹാഭാരതത്തിൽ കാണുന്നത് അതിന്റെ നെക്ക് ഛേദിച്ച് കളയണം എന്നാണ്. അപ്പൊ ഓരോരുത്തവരെ വിളിക്കും. എന്നിട്ട് യുധിഷ്ഠിരനെ വിളിച്ചിട്ട് ചോദിക്കും, എന്താണ് കാണുന്നത്? ഈ മരം കാണുന്നുണ്ടോ എന്ന്. കിളിയെ കാണുന്നുണ്ടോ? ഉണ്ട്. മരം കാണുന്നുണ്ടോ? ഉണ്ട്. എന്നെ കാണുന്നുണ്ടോ? ഉണ്ട്. നിന്റെ ബാക്കിയുള്ളവരെ എല്ലാം ഇവിടെ നിൽക്കുന്ന കുട്ടികളെ കാണുന്നുണ്ടോ? ഉണ്ട് എന്ന് പറയും. അപ്പൊ മാറി നിൽക്കാൻ പറയും. അങ്ങനെ ഓരോരുത്തവരെയും വിളിച്ചിട്ട് ചോദിക്കും എന്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവരെ എല്ലാം കാണുന്നുണ്ട്. അപ്പം അർജുനന്റെ അടുക്ക ചോദിക്കും, അർജുനനെ ലാസ്റ്റ് വിളിച്ചിട്ട് അർജുനന്റെ അടുക്ക ചോദിക്കും, എന്താണ് കാണുന്നത്? എന്നെ കാണുന്നുണ്ടോ? അപ്പൊ ഇല്ല. അപ്പൊ എന്ത് കാണുന്നുണ്ട്? കിളിയെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ കിളിയെ ഞാൻ കാണുന്നില്ല മുഴുവനായിട്ട്, അതിന്റെ നെക്ക് മാത്രമേ, അതിന്റെ കഴുത്ത് മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറയും.
അപ്പൊ പറയും ഈ മരം കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, അങ്ങേയും കാണാൻ പറ്റുന്നില്ല, ബാക്കി ആരെയും കാണാൻ പറ്റുന്നില്ല, ഈ കിളിയെ തന്നെ ഞാൻ മുഴുവൻ കാണുന്നില്ല, അതിന്റെ നെക്ക് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയും. അപ്പൊ പറയും ഇനി ഷൂട്ട് ചെയ്യാൻ പറയും. അപ്പൊ ആ ആരോ വിട്ട് അതിന്റെ നെക്ക് മുറിക്കും. അപ്പൊ അതൊക്കെ അർജുനന് എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്, ആ അർജുനന്റെ കഴിവാണ് അതിൽ കണ്ടത് അല്ലെ. അതുകൊണ്ട് ദ്രോണാചാര്യർക്ക് വളരെ സ്പെഷ്യൽ ഒരു ഇഷ്ടമായിരുന്നു അർജുനനോട്. അത് ദുര്യോധനനും അറിയാം. അപ്പൊ ദുര്യോധനൻ പറയാണ്, നിനക്ക് ഒരബദ്ധം പറ്റി, ദൃഷ്ടദ്യുമ്നനെ പഠിപ്പിച്ചു, അത് നിന്നെ കൊല്ലാൻ പോകുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടും ആയുധകല മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു. ഇനിയും നീ ഇതുപോലത്തെ തെറ്റ് ആവർത്തിക്കല്ലേ, അർജുനനോട് മമത തോന്നിയിട്ട് അർജുനനെ പാണ്ഡവരെ ഒന്നും കൊല്ലാതെ ഇരിക്കല്ലേ, അവര് അവിടെ വന്നിരിക്കുന്നത് നമ്മളുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അവര് നിങ്ങൾ കൊന്നില്ലെങ്കിൽ അവര് കൊല്ലും, അങ്ങേ അവര് കൊല്ലും, അത് കാരണം ഇനി ഇതുപോലത്തെ തെറ്റ് വരാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ദുര്യോധനന് അറിയാം ഭീഷ്മർക്കും ദ്രോണർക്കും രണ്ടുപേർക്കും പാണ്ഡവരോട് ഭയങ്കര ഇഷ്ടമാണ് എന്നറിയാം. എന്നാലും ഇവര് രണ്ടുപേരും ദുര്യോധനന്റെ ദുര്യോധനന്റെ സൈഡിൽ നിന്നത് എന്തുകൊണ്ടാണെന്നും അറിയാം. എന്തുകൊണ്ടാണ് എന്താന്ന് വെച്ചാൽ ആ രാജ്യം ഭരിക്കുന്ന ആരാണ്? കൗരവരാണ് അല്ലെ. കൗരവരെന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രരാണ് ഭരിക്കുന്നത്. അപ്പൊ ധൃതരാഷ്ട്രരുടെ സൈഡിൽ വേണം നിൽക്കാന്. ധൃതരാഷ്ട്രരുടെ ചോറ് കഴിച്ച കാരണം ധൃതരാഷ്ട്രരുടെ കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു കടമ അവർക്ക് തോന്നി. അതുകൊണ്ടാണ് ഭീഷ്മരായാലും ദ്രോണാചാര്യരാണെങ്കിലും അങ്ങനെ നിന്നത്. ഭീഷ്മാചാര്യരാണെങ്കിൽ ഒരു പ്രോമിസ് കൊടുക്കുകയും ചെയ്തു ഈ സത്യവതിയുടെ അച്ഛന്. സത്യവതിയുടെ കഥ ഞാൻ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ സത്യവതി എന്ന് പറയുന്നത് ഈ ധൃതരാഷ്ട്രരുടെ അമ്മൂമ്മയാണ്. അപ്പൊ ഈ ധൃതരാഷ്ട്രരുടെ അപ്പൂപ്പനായ ശാന്തനു മഹാരാജാവ് സത്യവതിയെ കല്യാണം കഴിക്കണം എന്നുണ്ട്. ഇപ്പം സത്യവതിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് സത്യവതിയുടെ അച്ഛൻ്റെ അടുക്ക ചെല്ലുമ്പോ, സത്യവതിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മീൻകാരുടെ രാജാവായിരുന്നു, ലീഡറായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെന്ന് പറയും, എൻ്റെ മകളിൽ ഉണ്ടാകുന്ന മകൻ വേണം രാജാവാകാൻ എന്ന് പറയും. അപ്പൊ ഓൾറെഡി ഭീഷ്മര് ഉണ്ടായിരുന്നു ശാന്തനുവിന്. ഗംഗാദേവിയിൽ നിന്ന് ഉണ്ടായ മകന് ഓൾറെഡി ഉണ്ട്. ഗംഗാദേവി തിരിച്ചു പോയി, ഗംഗയില് ശാന്തനുവിനെ വിട്ടു പോയതുകൊണ്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് സത്യവതിയെ കണ്ടിട്ട് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചത്. അപ്പൊ പറയും ഈ അവർക്കുണ്ടാകുന്ന കുഞ്ഞ് വേണം രാജാവാകാൻ. അപ്പൊ അത് സമ്മതിക്കാതെ ശാന്തനു മഹാരാജ് തിരിച്ച് പാലസിൽ പോകും. എന്നിട്ട് ശാന്തനു മഹാരാജ് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പം ഭീഷ്മര് അന്ന് പേര് ദേവവൃത എന്നായിരുന്നു. അപ്പൊ ദേവവൃതന് അന്വേഷിച്ചു എന്താ അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ മനസ്സിലാകും ഇതാണ് കാര്യം എന്ന്. അപ്പൊ പോയി സത്യവതിയുടെ അച്ഛനെ പോയി കണ്ടിച്ച് സത്യവതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എൻ്റെ അച്ഛന് എന്ന് പറയുമ്പം ഈ സെയിം കണ്ടീഷൻ വെക്കും, അവരുടെ മകൻ വേണം രാജാവാകാൻ എന്ന് പറയും. അതിനെന്താ, ഒരു കുഴപ്പമില്ല, എനിക്ക് രാജാവാകണം എന്നില്ല, അവരുടെ മകൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറയും. അതുകൊണ്ടായില്ല, നിനക്കുണ്ടാകുന്ന മകൻ രാജ്യം വേണമെന്ന് അവകാശപ്പെട്ടാലോ എന്ന് ചോദിക്കും. അപ്പൊ പറയും അതിനെന്താ, ഞാൻ കല്യാണമേ കഴിക്കുന്നില്ല, ഞാൻ നിത്യബ്രഹ്മചാരി ആയിക്കോളാം എന്ന് പറയും. അപ്പൊ അതിന്റെ ഒപ്പം ഭീഷ്മർ ഒരു പ്രോമിസും കൂടെ എടുത്തിരുന്നു, ഞാന് ഈ രാജ്യം, ആരാണ് ഈ ഹസ്തിനപുരം രാജ്യം ഭരിക്കുന്നത്, അവരുടെ കൂടെ ഞാൻ എപ്പോഴും നിൽക്കും എന്ന ഒരു പ്രോമിസും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു വൗ എടുത്ത കാരണം, ആ ഒരു ശപഥം എടുത്ത കാരണം ഈ പാണ്ഡവരുടെ കൂടെ നിൽക്കാതെ കൗരവരുടെ കൂടെ നിൽക്കേണ്ടി വന്നു. ശരിക്കും പാണ്ഡവരും ഈ കൗരവര് തന്നെയാണ് അല്ലെ, ഈ ഡൈനാസ്റ്റി തന്നെ പെടുന്നതാണ്.
പക്ഷെ അവര് തമ്മിലായി ഫൈറ്റ്, ഈ കസിൻസ് തമ്മിലുള്ള ഫൈറ്റായി. അത് കാരണം ഈ ധൃതരാഷ്ട്രാണ് ഇപ്പൊ രാജ്യത്തിലിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ രാജാവിന്റെ കൂടെ നിൽക്കുന്ന പ്രോമിസ് ചെയ്ത കാരണമാണ് ഭീഷ്മര് ആ സൈഡിൽ നിന്നത്. അപ്പൊ എപ്പോഴും ദുര്യോധനന് ഒരു പേടി, ഇവര് രണ്ടുപേരും അവരുടെ ഫുൾ എനർജി യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യില്ലായിരിക്കും. അവർക്ക് പാണ്ഡുവിന്റെ മക്കളോട് ഒരു ചായ്വുള്ള കൊണ്ട് അവര് ഹോൾ ഹാർട്ടഡ് ആയിട്ട് 100% അവര് അവരുടെ കഴിവ് പ്രകടിപ്പിക്കില്ല ഈ വോറില് എന്ന് സംശയം തോന്നി. അതുകൊണ്ടാണ് ദ്രോണാചാര്യരുടെ അടുക്ക ചെന്ന് ഒരു അവസരം കിട്ടി ഇപ്പം അല്ലെ, ദ്രുപദന്റെ മകനെ പഠിപ്പിച്ച് ആ മകൻ, ദ്രുപദന്റെ മകനാണ് ആ സൈന്യത്തെ ലീഡ് ചെയ്യുന്നത് എന്ന് കണ്ടപ്പം ഈ ഒരു ടോപ്പിക് എടുത്തിടാന് ഉള്ളൊരു അവസരം കിട്ടിയോണ്ടാണ് ദ്രോണാചാര്യരുടെ അടുക്കല് ദുര്യോധനൻ ചെല്ലുന്നത്. എന്ന് മാത്രമല്ല, ഇത് രഹസ്യമായിട്ട് പറയുന്നല്ല, ഈ എല്ലാ കൗരവ സേനയുടെ മിഡിൽ വെച്ചാണ് ഈ ഒരു ഇത് പറയുന്നത്. അപ്പം ഭീഷ്മരും കൂടെ കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ദ്രോണാചാര്യരുടെ ഈ സെന്റൻസ് പറയുന്നത്. അങ്ങയുടെ ഇന്റലിജന്റ് ആയ ശിഷ്യൻ ആയ ദ്രുപദപുത്രനാണ് ഈ വ്യൂഹം സന്നാഹം രൂപീകരിച്ചിരിക്കുന്ന എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഇതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ദുര്യോധനനാണ് ഇത് പറയുന്നത്, ദ്രോണാചാര്യരുടെ അടുക്കലാണ് പറയുന്നത്. അപ്പം ഇവര് തമ്മിലുള്ള വഴക്കിന്റെ കാര്യം, ദ്രുപദനും ദ്രോണാചാര്യരും തമ്മിലുള്ള വഴക്കിന്റെ റീസൺ നമ്മൾ പറഞ്ഞു. ദൃഷ്ടദ്യുമ്നനും ദ്രൗപദിയും ഉണ്ടായ കഥ പറഞ്ഞു. ഇനി പറയാനുള്ളത് ദ്രോണാചാര്യര് ഒടുക്കം എന്താ പറ്റിയത് എന്ന്. ഈ വോറില് ദൃഷ്ടദ്യുമ്നൻ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, അതാണ് പ്രവചനം. അപ്പൊ അത് എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഭീഷ്മര് മരിച്ചത് എപ്പോഴാണ്? 10ാമത്തെ ദിവസം, ഈ വോറ് നടന്നിട്ട് 10ാമത്തെ ദിവസം മരിച്ചില്ല. ഈ ആരോസ് കൊണ്ട് അമ്പ് എയ്ത് തളർത്തിയിട്ടു അവിടെ. അപ്പൊ പിന്നെ ദ്രോണാചാര്യരായി സേനാപതി. അപ്പൊ ദ്രോണാചാര്യര് എന്ന 10ാമത്തെ ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം തൊട്ട് ദ്രോണാചാര്യരായി ആ സേനാപതി. അപ്പം ദ്രോണാചാര്യര് ഭയങ്കര വിഗറസ് ആയിട്ടായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പാണ്ഡവരുടെ സൈന്യത്തിൽ കുറെ പേരെ നല്ലോണം കൊല്ലുകയായിരുന്നു. പ്രത്യേകിച്ച് 15ാമത്തെ ദിവസം ഭയങ്കര ശൂര്യനായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. ദ്രുപദനെ കൊല്ലും, പിന്നെ ദൃഷ്ടദ്യുമ്നന്റെ 2 മക്കളെ കൊല്ലും. ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന ദ്രുപദന്റെ മകൻ അല്ലെ, നമ്മളിപ്പൊ പറഞ്ഞ ആ കക്ഷി. അപ്പൊ ദൃഷ്ടദ്യുമ്നന്റെ 2 മക്കളെ കൊല്ലും, വിരാടനെ കൊല്ലും. വിരാടൻ ആരാണ്? നമ്മള് നേരത്തെ പറഞ്ഞതായിരുന്നു. അതാണ് ഈ 13ാമത്തെ വർഷം അജ്ഞാനവാസം സമയത്ത് ഈ പാണ്ഡവര് ഈ വിരാടന്റെ രാജ്യത്താണ് അവര് ഒളിച്ചിരുന്നത്. അവര് എങ്ങനെയായിരുന്നു ഒളിച്ചിരുന്നത്? യുധിഷ്ഠിരന് രാജാവിന്റെ കൂടെ ഈ ഇതെല്ലാം ചൂതും ഒക്കെ കളിക്കുന്ന ആളായിട്ട്, പിന്നെ ഭീമന് അവിടത്തെ കുക്കായിട്ട് വർക്ക് ചെയ്തു. അർജുനന് ഒരു ആണും പെണ്ണുമല്ലാത്ത ഒരു വേഷം കെട്ടി ദ്രുപദന്റെ മകളായ ഉത്തരെ ഡാൻസ് പഠിപ്പിച്ചു. പിന്നെ നകുലൻ ഹോസസിനെ എല്ലാം നോക്കുന്ന ആളായി. പിന്നെ സഹദേവൻ ഈ പശുക്കളെയൊക്കെ മേയ്ക്കുന്ന ആളായി. അങ്ങനെ 5 പേരും. ദ്രൗപദി ഈ രാജ്ഞിയുടെ മെയ്ഡ് സെർവൻ്റ് ആയിട്ട്, തോഴി ആയിട്ട്, മെയ്ഡ് സെർവൻ്റ് പോലെ ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ അവര് പരസ്പരം ബന്ധമുണ്ട് എന്ന് കാണിക്കാതെയാണ് അവര് വർക്ക് ചെയ്തത്. അപ്പൊ ഈ 5 പേരും ഇങ്ങനെ അവരെ രക്ഷിച്ചത് അപ്പൊ വിരാടനാണ്. ആ വിരാടനും ഈ വോർ വന്നപ്പം പാണ്ഡവരുടെ സൈഡ് കൂടി. എന്നിട്ട് ആ വിരാടനെ കൊന്നു.
ദ്രോണാചാര്യര്. അപ്പൊ ഈ ആരെയൊക്കെ കൊന്നു? ദ്രുപദനെ കൊന്നു, വിരാടനെ കൊന്നു, ധൃഷ്ടദ്യുമ്നന്റെ 2 മക്കളെ കൊന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കൊന്ന ആൾക്കാര്. ബാക്കിയും കുറെ പാണ്ഡവരെ ഭയങ്കരമായിട്ട് ഡിസ്ട്രോയ് ചെയ്തു പാണ്ഡവ സൈന്യം. അങ്ങനെ കണ്ടപ്പോഴ് അർജുനന്റെ അടുക്കല്, ഭീമന്റെ അടുക്കലും യുധിഷ്ഠിരൻ പറഞ്ഞു, ഒരു രക്ഷയില്ലല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ദ്രോണാചാര്യരെ കൊന്നാലേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞപ്പം കൃഷ്ണൻ ഇത് കേട്ടിട്ട് കൃഷ്ണൻ പറയും, അത് യുധിഷ്ഠിരന്റെ അടുക്ക പറയും, ഇനി ഒരു മാർഗമേ ഉള്ളൂ, ദ്രോണാചാര്യരുടെ വെപ്പൻസ് ഒക്കെ താഴെ ഇടണം, എന്നാലേ ദ്രോണാചാര്യരെ കൊല്ലാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ തന്നെ ദ്രോണാചാര്യര് തന്നെ ഇത് യുധിഷ്ഠിരന്റെ അടുക്ക പറയുന്നുണ്ട്. ഈ വോർ നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു അറിയാം? എല്ലാരും കോൺഷ്യലെല്ലാം ബ്ലോ ചെയ്ത് ഫൈറ്റിംഗ് തുടങ്ങാൻ നേരത്ത് യുധിഷ്ഠിരന് ആ കവചവും എല്ലാം മാറ്റി, ബോയും ആരോ എല്ലാം മാറ്റി വെച്ചേച്ച് ഇങ്ങനെ കൗരവ സൈന്യത്തിന്റെ അടുത്തോട്ട് പോകും. അപ്പൊ എല്ലാരും വിചാരിക്കും തോൽവി സമ്മതിക്കാൻ പോവാണ്, വോർ വേണ്ട എന്ന് പറയാൻ പോവാണെന്ന് വിചാരിക്കും. നേരെ പോയി ഭീഷ്മരുടെ അടുക്ക ചെന്ന് ഭീഷ്മരുടെ പാദങ്ങളില് നമസ്കരിക്കും. ഇങ്ങനെ നമസ്കരിച്ചിട്ട് എനിക്ക് അനുഗ്രഹം തരണം എന്ന് പറയും. അപ്പം പറയും, ഭീഷ്മര് പറയും, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ, നീ വന്ന കാരണം ഞാൻ എല്ലാ അനുഗ്രഹവും തരുന്നു, നീ തന്നെ വിക്ടോറിയസ് ആവട്ടെ എന്ന് പറയും. അപ്പൊ പറയും, അങ്ങേ പോലത്തെ വലിയൊരു വാരിയറെ ഞാൻ എങ്ങനെ കൊല്ലാൻ സാധിക്കും? അങ്ങ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് വിക്ടറി ഇല്ല. അപ്പൊ എങ്ങനെ എനിക്ക് അങ്ങേ കൊല്ലാൻ സാധിക്കും എന്ന് പറയുമ്പോൾ, അത് സമയമാകുമ്പോ ഞാൻ പറഞ്ഞു തരാം എന്ന് പറയും. അത് കഴിഞ്ഞ് നേരെ ദ്രോണാചാര്യരുടെ അടുക്ക പോയി ഇതുപോലെ നമസ്കരിക്കും. എന്നിട്ട് ദ്രോണാചാര്യരും പറയും, നീ വന്നില്ലായിരുന്നെങ്കിൽ ശപിച്ചേനെ, പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാ ബ്ലെസ്സിങ്സും തരുന്നു, നീ ജയിച്ചു വരും എന്ന് പറയും. അപ്പോഴും ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെ അങ്ങേ പോലത്തെ ഒരു വലിയ യോദ്ധാവിനെ എങ്ങനെ എനിക്ക് കീഴടക്കാൻ പറ്റും എന്ന് പറയുമ്പോ പറയും, ഞാൻ എന്ന് ആയുധങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നു അപ്പോഴേ എന്നെ കൊല്ലാൻ സാധിക്കുള്ളൂ എന്ന് പറയും. എന്നിട്ട് പിന്നെ കൃപാചാര്യരുടെ അടുക്ക ചെല്ലും. കൃപാചാര്യരും ഇവരെ ആയുധകല പഠിപ്പിച്ച, 2 പേരും പഠിപ്പിച്ചു. അപ്പൊ കൃപാചാര്യരുടെ അടുക്ക ചെന്നിട്ട് ഇതുപോലെ പോയി നമസ്കരിക്കും. അപ്പൊ പറയും, നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ശപിച്ചേനെ, ഇപ്പൊ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നു എന്ന് പറയും. അപ്പൊ പറയും, അങ്ങേ ഇങ്ങനെ കീഴടക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പം, ആർക്കും എന്നെ കീഴടക്കാൻ പറ്റില്ല, പക്ഷേ നീ വിക്ടോറിയസ് ആകും എന്ന് പറയും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് തിരിച്ചു പോയി ഈ കവചവും ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ യുധിഷ്ഠിരന്റെ അടുക്ക ദ്രോണാചാര്യര് പറയുന്നുണ്ട്, എപ്പൊ ഞാൻ ആയുധങ്ങളൊക്കെ മാറ്റി വെക്കുന്നു അപ്പോഴേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ. ആയുധം ധരിച്ച ഒരു ദ്രോണാചാര്യരെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. അപ്പൊ അത് തന്നെ കൃഷ്ണനും പറയും, ദ്രോണാചാര്യര് ആയുധം ഏറ്റിരിക്കുന്നിടത്തോളം കാലം ആർക്കും കൊല്ലാൻ പറ്റില്ല. അപ്പൊ ആയുധം ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അശ്വത്ഥാമാവ് മരിച്ചു എന്ന്. അശ്വത്ഥാമാവ് ആരാണ്? ദ്രോണാചാര്യരുടെ മകന്. അപ്പൊ അശ്വത്ഥാമ മരിച്ചു എന്ന് ഉറക്കെ പറഞ്ഞാൽ മാത്രമേ ഈ ആയുധങ്ങളൊക്കെ ഉപേക്ഷിക്കുള്ളൂ എന്ന് പറയും. അപ്പം അർജുനൻ ഔട്ട്റൈറ്റ് പറയും, ഞാൻ ചെയ്യില്ല, എൻ്റെ ആചാര്യനെ ഞാനിങ്ങനെ കള്ളത്തരം പറയില്ല എന്ന് പറയും. ഭീമൻ എന്ത് ചെയ്യും? ഭീമൻ ഓടിപ്പോയി ഒരു ആനയുണ്ടായിരുന്നു, അശ്വത്ഥാമ എന്ന് പേരുള്ള ഒരു ആനയുണ്ടായിരുന്നു അവരുടെ സൈന്യത്തില്. അപ്പൊ ആ ആനയെ പോയി കൊന്നിട്ട് അശ്വത്ഥാമ മരിച്ചു, അശ്വത്ഥാമ മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് പറയും. അശ്വത്ഥാമാവിനെ കൊല്ലപ്പെട്ടു എന്ന് പറയും. അത് കേൾക്കുമ്പം ദ്രോണാചാര്യർക്ക് ഭയങ്കര ഷോക്കാവും. അപ്പോഴ് യുധിഷ്ഠിരൻ വളരെ ധർമ്മിഷ്ഠനാണെന്നറിയാം, യുധിഷ്ഠിരൻ കള്ളത്തരം പറയില്ല എന്നറിയാം. അതുകൊണ്ട് ദ്രോണാചാര്യർ യുധിഷ്ഠിരന്റെ അടുക്കൽ നേരെ നോക്കിയിട്ട് പറയും, സത്യമാണോ അശ്വത്ഥാമ മരിച്ചോ എന്ന് ചോദിക്കും. അപ്പോഴ് യുധിഷ്ഠിരൻ എന്ത് ചെയ്യണം എന്നറിയില്ല, യുധിഷ്ഠിരൻ കള്ളത്തരേ പറയില്ലല്ലോ. അപ്പൊ കൃഷ്ണൻ പറയാൻ പറയും. അപ്പൊ ഒരു മിനിറ്റ് വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട്
പിന്നെ പറയും അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആന എന്ന് പതുക്കെ പറയും. ദ്രോണാചാര്യര് കേൾക്കാത്ത പോലെ അശ്വത്ഥാമാവ് എന്ന് ആന മരിച്ചു എന്ന് പറയും. ഇത് കേൾക്കുമ്പം എല്ലാ നാഡികളും തളരും ദ്രോണാചാര്യരുടെ. എന്നിട്ട് ദ്രോണാചാര്യർക്ക് മന്ത്രങ്ങള്, ഈ ദിവ്യ ആയുധങ്ങളൊക്കെ വരുത്താനും മന്ത്രം വഴിയാണ് വരുത്തുന്നത്. ആ മന്ത്രങ്ങളെല്ലാം മറന്നു പോകും. എന്നിട്ട് ദ്രോണാചാര്യർ മുകളിൽ നിന്ന് ദേവന്മാര് പറയും, നിനക്ക് പോരാനുള്ള സമയമായി എന്ന് പറയും. അപ്പം എല്ലാം കളഞ്ഞേച്ച് ആ ചാരിയറ്റില്, ഈ രഥത്തിലിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുമ്പം ആ ആത്മാവ് പോകും. ഇത് അറിയാതെ ദൃഷ്ടദ്യുമ്നന് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു സ്വാഡ് എടുത്ത് തല വെട്ടും. എന്നിട്ട് ഈ തല വെച്ച് കറങ്ങി അവിടെ മുഴുവനും ഇങ്ങനെ ഡാൻസ് ചെയ്ത് നടക്കും. അത് കാണുമ്പോ ഭയങ്കര ദേഷ്യം വരും അർജുനന്. എന്നുവെച്ചാല് അത് തെറ്റല്ലേ ചെയ്ത. ആയുധം ഇല്ലാത്ത ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അതും നമ്മളുടെ ഗുരുവായ ആളെ. അപ്പൊ അർജുനന് ഭയങ്കര ദേഷ്യവും വരും. എന്തായാലും അങ്ങനെയാണ് ദ്രോണാചാര്യര് മരിക്കുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ഇത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ലെസൺ കിട്ടുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ 15ാമത്തെ ദിവസമാണ് ദ്രോണാചാര്യര് മരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് ഡിറ്റർമിൻഡ് ആയാൽ, നമുക്ക് ഒരു കാര്യം വേണം എന്ന് ദൃഢനിശ്ചയം ഉണ്ടെങ്കിലും, പിന്നെ പേഷ്യൻസും വേണം. നമ്മൾക്ക് പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ക്ഷമ. അപ്പൊ നമുക്ക് ക്ഷമയും വേണം, നമുക്ക് ഡിറ്റർമിനേഷനും വേണം. നമുക്ക് ഒരു കാര്യം കിട്ടണം എന്ന് നല്ല ദൃഢനിശ്ചയവും ക്ഷമയും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്തും സാധിച്ചു കിട്ടും. നമ്മൾക്ക് അതിനുള്ള ശേഷി ഇല്ലെങ്കിൽ പോലും, നമ്മൾ അതിന് എക്യുപ്ഡ് അല്ല, നമ്മൾക്ക് അതിനുള്ള സാഹചര്യമല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അത്ര ദൃഢനിശ്ചയമുണ്ടെങ്കിൽ കാര്യം നടക്കും. അത് എന്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം? ദ്രോണാചാര്യര് പുവർ ആയിരുന്നു, ദ്രുപദൻ ഭയങ്കര രാജാവായിരുന്നു. പക്ഷെ ദ്രോണാചാര്യർക്ക് അത്ര ഡിറ്റർമിനേഷൻ ആയിരുന്നു, ഈ ദ്രുപദനെ ഞാന് കീഴടക്കും എന്നുള്ള ആ ഡിറ്റർമിനേഷനും പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ തന്നെ ചെയ്യാൻ പറ്റില്ല എന്നറിയാം, എനിക്ക് അതിനുള്ള സാഹചര്യമല്ല, എനിക്ക് അതിനുള്ള സ്ട്രെങ്ത് ഇല്ല, എനിക്ക് അതിനുള്ള ആർമിയോ ഒന്നുമില്ല അല്ലേ അറ്റാക്ക് ചെയ്യാനും ഒന്നും. ദ്രുപദൻ വലിയ രാജാവാണ്, രാജാവിനെ വെറുതെ പോയി കീഴടക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു സാഹചര്യവും ഇല്ലെങ്കിലും ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരുന്നു, ഞാന് അയാൾക്ക് തിരിച്ച് അതിന് പകരം ചോദിക്കും എന്നുള്ള. അത് വിക്ടോറിയസ് ആയി. പക്ഷേ ദ്രോണാചാര്യർക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണ്? അത് പക വന്നു അല്ലെ. നമ്മൾക്ക് മനസ്സിൽ പകയുണ്ട് ഒരാളോട് എന്ന് വെച്ചാല്, പകയും ഉണ്ടായിരുന്നു, പിന്നെ ദേഷ്യം, അയാളോട് എനിമിറ്റി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾക്ക് പക്ഷെ ഒരാളോട് ദേഷ്യവും പകയും ഒക്കെ വന്നാല് അത് അൾട്ടിമേറ്റ്ലി എന്താകും? നമ്മൾ തന്നെ നശിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾക്ക് ഡിറ്റർമിനേഷൻ നല്ലതാണ്, നമ്മൾ പേഷ്യൻസ് വേണം, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഒരാളോട് വൈര്യവും എനിമിറ്റിയും പിന്നെ അവരോട് പകയും കാണല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെ ഡിസ്ട്രക്റ്റഡ് ആവുന്നു, നമ്മളുടെ തന്നെ നാശം അത് വരുത്തി വെക്കും. അതാണ് ഒന്ന് പഠിക്കുന്നത്. പിന്നെ ഒന്ന് പഠിക്കുന്നത് എന്താണ്? ദ്രോണാചാര്യർക്ക് പറ്റിയ വേറൊരു അബദ്ധം എന്തായിരുന്നു? എനിമി ആണെന്ന് അറിഞ്ഞുകൊണ്ട് എനിമിയെ പഠിപ്പിച്ചു കൊടുത്തു അല്ലെ. അങ്ങനെ നമ്മൾക്ക് സോഫ്റ്റ് കോർണർ പാടില്ല. നമ്മളോട് ശത്രുത കാണിക്കുന്നവരോട് നമ്മൾ അങ്ങനെ ഉള്ള അവരെ എംപവർ ചെയ്യാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ശക്തി കൊടുത്തു അല്ലെ.
തന്നെ തന്നെ കൊല്ലാൻ വേണ്ടിയുള്ള ശക്തി കൊടുത്തു ഈ ദ്രോണാചാര്യര് ധൃഷ്ടദ്യുമ്നന്. അത് ചെയ്തതൊരു തെറ്റാണ് അല്ലേ? അതുകൊണ്ടാണ് മരിക്കേണ്ടി വന്നത്. അത് അപ്പം നമ്മളുടെ ഉള്ളിലും കുറേ എനിമീസ് ഉണ്ട്. ആരൊക്കെയാണ് നമ്മളുടെ ഉള്ളിലുള്ള എനിമീസ്? നമ്മളുടെ അഹങ്കാരം, നമ്മളുടെ ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, പിന്നെ നമ്മൾക്ക് അസൂയ ഉള്ളത്, പിന്നെ നമ്മൾക്ക് ഓരോത്തിനോടുള്ള അത്യാഗ്രഹം, അത് എല്ലാം നമ്മളുടെ എനിമീസാണ്, നമ്മുടെ ഉള്ളിലുള്ള എനിമീസാണ്. അതിനെ നമ്മൾ ശക്തി കൊടുക്കാൻ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ശക്തി ഏറും. നമ്മൾ ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ദേഷ്യം കൂടും അല്ലേ? അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സംഗതിയോട് ഭയങ്കരമായ ആസക്തി, നമുക്ക് ആഗ്രഹം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ആഗ്രഹം കൂടി അത് നമ്മൾക്ക് ഒരു കാമമായി തീരും. അത് വേണം, അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അതിന് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ മറക്കണം. അങ്ങനെ മറക്കുമ്പം അത് ശോഷിച്ച് അത് ഇല്ലാതായി പോകും. നമ്മൾ ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ആ തോന്നല് മനസ്സിൽ വരുമ്പോ തന്നെ നമ്മൾ അതിനെ മാറ്റണം. ആ തോന്നല് മാറ്റിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കണം. അപ്പോഴ് ആ തോന്നല് വരാതാകും. കുറച്ച് ദിവസം അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ആ തോന്നല് വരാതാകും. അതാണ് വേറൊന്ന് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ദുര്യോധനന് എങ്ങനെയാ ജനിച്ചതെന്നുള്ള ഇന്നലെ ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ഈ കലങ്ങളിൽ എടുത്തു വെച്ച് മാംസം എന്നിട്ട് അങ്ങനെ ഉണ്ടായെന്ന്. അത് എന്താണ് അതിൽ നിന്ന് പഠിക്കുന്നത്? നമ്മളുടെ സ്വാർത്ഥ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ധർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല. ഒരു രാജാവിന്റെ ധർമ്മം എന്താണ്? ആ കുലത്തിനെ സംരക്ഷിക്കണം, ആ ജനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് രാജാവിന്റെ ധർമ്മം. അത് മറന്നാണ് ധൃതരാഷ്ട്രര് ദുര്യോധനനെ വളർത്തിയത് അല്ലെ? ദുര്യോധനനെ അപ്പോഴേ കൊല്ലാൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾക്ക് അഡ്വൈസ് തരുന്ന നമ്മളെക്കാട്ടിലും മിടുക്കുള്ളവരാണെങ്കിൽ നമ്മൾക്ക് അവര് പറയുന്ന അഡ്വൈസ് നമ്മൾ സ്വീകരിക്കണം. അല്ലാതെ അവരെ എതിർത്ത് നമ്മളുടെ സെൽഫിഷ് മോട്ടീവ്സിന് വേണ്ടി അവരുടെ അഡ്വൈസ് സ്വീകരിക്കാതിരിക്കല്. അതാണ് വേറൊരു ലെസൺ നമ്മൾ പഠിക്കുന്ന ഇതിൽ നിന്ന്. പിന്നെ ഇതിൽ നിന്ന് വേറൊന്നും പഠിക്കുന്ന എന്താണെന്നറിയോ? കൃഷ്ണന് യുധിഷ്ഠിരന് ഭയങ്കര ധർമ്മിഷ്ഠനാണല്ലോ. അപ്പൊ അത്രയും നാള് ഈ യുദ്ധത്തില് 15 ദിവസം വരെയും യുധിഷ്ഠിരന്റെ രഥം ഭൂമിയെ തൊടാതെ മോളിൽ ഇങ്ങനെയായിരുന്നു പറന്നുകൊണ്ടിരുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് യുധിഷ്ഠിരൻ അത്ര ധർമ്മിഷ്ഠനായതുകൊണ്ട് ആ രഥം നിലത്ത് തൊടുന്നില്ലായിരുന്നു. പക്ഷേല് ഭഗവാൻ പറഞ്ഞു, നീ പറ അശ്വത്ഥാമ മരിച്ചു എന്ന് പറയാൻ പറഞ്ഞപ്പം യുധിഷ്ഠിരന് അത് കുറച്ചു നേരത്തേക്ക് അത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു അല്ലെ? അപ്പോഴ് ആ രഥം നിലത്ത് മുട്ടി. അത് സിംബോളിക് ആയിട്ടാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് വെച്ചാല് യുധിഷ്ഠിരൻ മനസ്സിലാക്കിയില്ല നമ്മളുടെ ഏറ്റവും വലിയ ധർമ്മം, ആത്മാവ് എന്ന നിലയില് നമ്മളുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് കൃഷ്ണൻ പറയുന്നത് കേൾക്കുക എന്നുള്ള, കൃഷ്ണന്റെ ഇച്ഛ നടത്തുക എന്നുള്ള. അതിനേക്കാളും വലിയൊരു ധർമ്മമില്ല. ഭഗവാനാണ് ധർമ്മം ഉണ്ടാക്കിയത് തന്നെ. ഈ ലോസും ഒക്കെ ഉണ്ടാക്കിയത് ഭഗവാനാണ്. പറയുന്നുണ്ട് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആണ് നിർമ്മിച്ചത് ഈ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ഭഗവാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം. അത് നമ്മൾക്ക് തെറ്റാണ് എന്ന് തോന്നിയാലും അത് ഭഗവാന്റെ ഇച്ഛയാണ്, അത് ചെയ്യണം. ഭഗവാന്റെ ഇച്ഛ എന്താ? അതാണ് ധർമ്മം.
അല്ലാതെ അതാണ് നമ്മൾ റിലേറ്റീവ് ട്രൂത്ത് എന്നും അബ്സല്യൂട്ട് ട്രൂത്ത് എന്നും ഞാൻ ഈ ഇതിൽ പറഞ്ഞത്, ഭാഗവതം ക്ലാസ്സിൽ പറഞ്ഞത്. റിലേറ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് വിചാരിക്കുന്നു ഇതാണ്. കള്ളത്തരം പറയല്ല, കള്ളത്തരം പറയുന്നത് ആണ് തെറ്റ്. സത്യം എപ്പോഴും പറയണം എന്നുള്ളതാണ് ട്രൂത്ത് എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് റിലേറ്റീവ് ട്രൂത്ത് ആണ്. ഭഗവാന് നമ്മൾ കള്ളത്തരം പറയണം എന്നുള്ളതാണ് ഭഗവാൻ നമ്മളോട് പറയുന്നതെന്ന് വെച്ചാൽ അതാണ് ധർമ്മം. അല്ലാതെ അതാണ് അബ്സല്യൂട്ട് ട്രൂത്ത്. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ഭഗവാന്റെ പറയുന്നതാണ്. ഈ ധർമ്മം കൊണ്ടുവന്നത് തന്നെ, ധർമ്മം എന്താ ഇനി പറയുന്നത്, നിർമ്മിച്ചത് തന്നെ ഭഗവാനാണ്. അത് ഒരു ലെസൺ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അർജുനന് ഈ വാറില് ചെയ്യണ്ട, എന്താന്ന് വെച്ചാൽ സെൽഫിഷ് ഇതിൽ നോക്കിയപ്പം എൻ്റെ കുലത്തിലുള്ള എല്ലാവരുമാണ് അവിടെ നിൽക്കുന്നത്, അവരെ കൊല്ലാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞു. അർജുനന്റെ ഇഷ്ടം എന്തായിരുന്നു? ഫൈറ്റ് ചെയ്യണ്ട എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഭഗവത്ഗീത കേട്ട് കഴിഞ്ഞപ്പം അർജുനന് മനസ്സിലായി കൃഷ്ണന്റെ ഇച്ഛയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ ഒരു അംശമാണ്, അപ്പൊ ഭഗവാൻ പറയുന്നത് വേണം ഞാൻ ചെയ്യാൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അർജുനൻ ഫൈറ്റ് ചെയ്തതും ഒടുക്കം വിക്ടോറിയസ് ആയതും. അപ്പൊ അതാണ് നമ്മൾക്ക് പഠിക്കേണ്ട ഒരു ലെസൺ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഭഗവാനെ നമ്മൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ എല്ലാ കാര്യത്തിലും ഭഗവാനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഭഗവാനായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ സെൻട്രൽ പോയിന്റ്. സെന്ററിൽ ഭഗവാനായിരിക്കണം. ബാക്കി എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്ന ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് വേണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പം ജോലിക്ക് പോകണം അല്ലേ, എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ജോലിക്ക് പോകാൻ വേണ്ടി. നമ്മൾ വീട്ടില് പാചകം ചെയ്യുമ്പോഴും ഭഗവാന് വേണ്ടി എന്നും കരുതിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാചകം ചെയ്യുന്ന ഫുഡ് നമ്മൾ ഭഗവാന്റെ മുമ്പില് അർപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കാൻ, ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. അല്ലാതെ നമ്മൾ സ്വയമേ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മൾ പാപമാണ് ചെയ്യുന്നത് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ എത്തുമ്പം നമുക്ക് നോക്കാം. അപ്പൊ അത് കാരണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് ഭഗവാന് വേണ്ടി വേണം ചെയ്യാൻ. നമ്മൾ ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതും ഭഗവാന് വേണ്ടിയാണ്. എന്തിനാണ്? നമുക്ക് പൈസ ആവശ്യമാണ്, നമ്മൾക്ക് കുടുംബം പോറ്റാൻ വേണ്ടി. പക്ഷേ നമ്മൾ അത് ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ നമ്മൾ അതുകൊണ്ടുണ്ടാക്കുന്ന പൈസയും നമ്മൾ ഭഗവാന് കൊടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴും ഭഗവാന് എന്തെങ്കിലും വാങ്ങണം. നമ്മൾ ഭഗവാന് ഇഷ്ടമുള്ള, ഭഗവാന് പായസം വളരെ ഇഷ്ടമാണ്, അപ്പൊ നമ്മൾ പായസത്തിനുള്ള കൂട്ടും കൂടി നമ്മൾ വാങ്ങണം. അങ്ങനെ നമ്മൾ എല്ലാ കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെയും കൂടി മുൻനിർത്തി വേണം നമ്മൾ ചെയ്യാൻ. ഇതാണ് ഈ ലെസണിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് അടുത്ത ലെസണും കൂടെ നോക്കാം, എന്നാലേ നമ്മൾ തീരുള്ളൂ അല്ലേ. നമ്മള് ഓരോരോ ലെസൺ നോക്കിയാൽ പോരെ. ഇനി നമ്മൾക്ക് 20 മിനിറ്റും കൂടി ഉണ്ട്. ഇപ്പൊ 4ാമത്തെ ശ്ലോകം. അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. അത്ര ശൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ആരെങ്കിലും രണ്ടുപേര് ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ഹരേ കൃഷ്ണ, താങ്ക് യു. ഇനി ആരെങ്കിലും അർത്ഥവും
വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അത്ര ഇവിടെ യുദ്ധത്തിൽ ശൂരവീരന്മാരും ഹിമാർജുനന്മാരോട് തുല്യരും. മഹേശ്വാസ വില്ലാളികളായ യുയുധാനനും വിരാടനും മഹാരഥ ദ്രുപദ മഹാരഥനായ ദ്രുപദനും. ഭീമാർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. ഭാവാർത്ഥം: ചില പ്രഭാതർ കി ജായ്. ആയോധന കലയിൽ ദ്രോണാചാര്യർക്കുള്ള പാഠവും ഓർക്കുമ്പോൾ ദൃഷ്ടദ്യുമ്നനെ ഒരു മികച്ച എതിരാളിയായി കരുതാനില്ല. എങ്കിലും പാണ്ഡവ സൈന്യത്തിൽ ഭയപ്പെടേണ്ടവരായി വേറെയും ചിലരുണ്ട്. ഭീമാർജുനന്മാരെ പോലെ ഭീഷണരാണവരും. വിജയത്തിന്റെ വഴി വിലക്കുന്ന പ്രതിയോഗികളെ ദുര്യോധനൻ എടുത്തു പറയുന്നു. ഭീമാർജുനന്മാരുടെ കരുത്തിനെപ്പറ്റി അദ്ദേഹം തികച്ചും ബോധവാനായിരുന്നതിനാലാണ് മറ്റു യോദ്ധാക്കളെ അവരുമായി താരതമ്യപ്പെടുത്തിയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ ഇതാരാണ് പറയുന്ന ഈ വേഴ്സ്? ആർക്ക് പറയാൻ പറ്റും? സെയിം ദ്രോണാചാര്യര് തന്നെ അല്ല, ദുര്യോധനൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പം പറഞ്ഞു, ആദ്യം ശിഷ്യന്റെ ബുദ്ധിമാനായ ശിഷ്യൻ ആയ ദ്രുപദപുത്രൻ ദാ ആ സൈന്യത്തെ നയിക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വേഴ്സ്, അപ്പം 3-ാമത്തെ വേഴ്സ് തൊട്ട് കഴിഞ്ഞ വേഴ്സ് തൊട്ട് 11-ാമത്തെ വേഴ്സ് വരെ ദുര്യോധനൻ സംസാരിക്കുകയാണ് ദ്രോണാചാര്യരോട്. അത് എന്താണ് സംസാരിക്കുന്നത്? ഈ പാണ്ഡവ സൈന്യത്തിലുള്ള മികച്ച യോദ്ധാക്കളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആരൊക്കെ ഉണ്ട്? അപ്പൊ ആദ്യം പറഞ്ഞു അങ്ങയെ പഠിപ്പിച്ച ബുദ്ധിമാനായ ദ്രുപദപുത്രൻ, അത് ഒരാള്. പിന്നെ ഇനി അടുത്ത പറയാണ് അത്ര ശൂര മഹേശ്വാസ. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, ശൂര എന്ന് പറഞ്ഞാൽ വലിയ യോദ്ധാക്കൾ, ഹീറോസ് എന്ന് പറയും അല്ലെ. അപ്പൊ ഹീറോസായ മഹേശ്വാസ എന്ന് പറഞ്ഞാൽ ഇഷു ആസക എന്ന് പറഞ്ഞാല് മഹാന്മാരായ. ഇഷു എന്ന് പറഞ്ഞാല് ആരോ, ആരോ അല്ലെ ബോ എന്നാണ് തോന്നുന്നു പറയുന്നത്. അപ്പൊ ഈ ബോസ്മെൻ എന്ന് പറയും. ഈ ബോയിനെന്താ പറയുന്നത്? ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. ബോ എന്ന് പറഞ്ഞാല് വില്ല് അല്ലെ. അപ്പൊ വില്ലാളി വീരന്മാർ എന്നാണ് ഇതിന്റെ അർത്ഥം. മഹേശ്വാസ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വില്ലാളി വീരന്മാരായ യോദ്ധാക്കളുണ്ട്. എന്നിട്ട് ഭീമാർജുന സമായുതി, ഭീമനെയും അർജുനെയും പോലെ ഈക്വലായി, സമ എന്ന് പറഞ്ഞാൽ ഈക്വൽ, അങ്ങനെ ഈക്വലായ യുധി എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള വേറെ വില്ലാളി വീരന്മാരുണ്ട് ഇവിടെ എന്ന് പറയാണ്. ഭീമാർജുന സമായുതി, ഭീമനും അർജുനനും ഈക്വലായിട്ട് ഫൈറ്റിങ്ങില് മികച്ചവരായ വേറെ യോദ്ധാക്കളും ഉണ്ട്. എന്നിട്ട് ആരൊക്കെയാണെന്നാ പറയുന്നത്? യുയുധാന, പിന്നെ വിരാടന്റെ കഥ നമ്മൾ പറഞ്ഞു, ദ്രുപദനും മഹാരഥ അവര് വലിയ ഫൈറ്റേഴ്സ് ആണ്. അവര് നല്ലോണം ഫൈറ്റ് ചെയ്യുന്ന ആരൊക്കെയുണ്ട്? യുയുധാനയുണ്ട്, വിരാടനുണ്ട്, ദ്രുപദനുണ്ട് എന്ന് ഈ വേഴ്സിൽ പറയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ഭീമനും അർജുനനും. നമുക്കറിയാം അർജുനനാണ് നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ വില്ലാളി വീരൻ. ഏറ്റവും പാണ്ഡവരുടെ ആ സൈഡില് ഏറ്റവും മികച്ചത് അർജുനനാണ്. സ്പെഷ്യലി ഇവിടെ ദുര്യോധനൻ പറയുന്ന അർജുന ഭീമ എന്ന് പറയാതെ ഭീമാർജുന എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ദുര്യോധനനെ സംബന്ധിച്ചിടത്തോളം ഭീമനെയാണ് കൂടുതൽ പേടി അർജുനനെ കാട്ടില്. എന്തുകൊണ്ടാണ്? ഭീമന് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഭീമന് ഒരു
വൗ എടുത്തു. എന്താണ്? ഞാൻ ഈ 100 ധൃതരാഷ്ട്രപുത്രന്മാരെ ഞാൻ കൊല്ലും എന്ന് ഒരു ശപഥം എടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഓർക്കുന്നു. പിന്നെ എന്താ, ദുര്യോധനന് എപ്പോഴും പേടിയായിരുന്നു ഭീമനെ. അവര് കൊച്ചു പിള്ളേരായിട്ടിരിക്കുമ്പോഴ് ഈ ഭീമന് കുറച്ച് ശക്തിയൊക്കെ ഉള്ളതായോണ്ട് കുറേയൊക്കെ ഇങ്ങനെ ബ്രാഗ് എന്നല്ലല്ലോ പറയുന്ന, ബുള്ളി ചെയ്യുമായിരുന്നു. നമ്മളുടെ സ്കൂളിലും ഉണ്ടല്ലേ ഇങ്ങനത്തെ കുട്ടികള്, കുറച്ച് സൈസും കുറച്ച് ശക്തിയും ഒക്കെ ഉള്ള കുട്ടികളെ ബാക്കിയുള്ള കൊച്ചു കുട്ടികളെ, മെലിഞ്ഞ കുട്ടികളെയും എല്ലാം പോയി ബുള്ളി ചെയ്യും അല്ലെ. അവരുടെ തലമുടി വലിക്കും, അവരുടെ ഉടുപ്പ് വലിക്കും, അവരെ ഞോണ്ട് ഒക്കെ ചെയ്യും അല്ലെ, അങ്ങനെയൊക്കെ കാണിക്കും അല്ലെ. അതുപോലെയായിരുന്നു ഭീമന് ഈ കൗരവരെ ഉപദ്രവിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ ഒരു തവണ അവര് ഒരു തടാകത്തില് അവര് വിനോദത്തിനായിട്ട് എല്ലാരും കൂടി പോയപ്പോ, കുട്ടികളായിരുന്നു, അപ്പൊ അവര് പോയപ്പോഴ് ഭീമൻ എന്ത് ചെയ്യും, 10 കൗരവന്മാരെ ഒന്നിച്ചെടുത്ത് ആ തടാകത്തില് ആ ലേക്കിലോട്ട് വലിച്ചെറിയും. അതിൽ ദുര്യോധനനെ വലിച്ചെറിയും. അപ്പൊ അതുകൊണ്ടൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു ദുര്യോധനന് ഭീമനെ. അങ്ങനെയാണ് ആ കേക്കിൽ പോയിസൺ ഇട്ട് കൊടുത്തത്. ഈ ഭീമന് ആഹാരം കഴിക്കാൻ ആഹാരപ്രിയനായ കാരണം ഒരു കേക്ക് ഉണ്ടാക്കി അതിൽ പോയിസൺ ഇട്ടിട്ട് ഭീമന് കഴിക്കാൻ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഭീമന് ബോധം കെട്ട് വീണു, എന്നിട്ട് എടുത്ത് വലിച്ചെറിയും, യമുനയിലോ ഗംഗയിലോ കണ്ട വലിച്ചെറിയും. എന്നിട്ട് ഭീമൻ എന്ത് ചെയ്യും, നാഗലോകം വരെ എത്തും. ഇങ്ങനെ താന്ന് നാഗലോകത്തെത്തും. അപ്പൊ നാഗുകളെല്ലാം കടിക്കുമ്പം ആ പോയിസണും ഈ പോയിസണും കൂടെ ന്യൂട്രലൈസ് ആകും. അങ്ങനെ ഭീമൻ എഴുന്നേക്കും. അപ്പൊ ആ രാജാവ് ഭീമന് അമൃത് കൊടുക്കും കുടിക്കാന്. അപ്പൊ ആ അമൃത് കുടിച്ചപ്പം 10,000 എലിഫൻസിന്റെ ശക്തിയോടെ തിരിച്ച് ഇറങ്ങി വരും. അത് 7 ദിവസം എങ്ങാണ്ടോ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോഴത്തേക്കും കുന്തിദേവിക്കും പാണ്ഡവർക്കും ഒക്കെ ഭയങ്കര വിഷമമാകും, മരിച്ചു പോയി എന്ന് വിചാരിക്കും. അപ്പൊ തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ടൊക്കെ ദുര്യോധനന് ഭയങ്കര പേടിയാണ് ഭീമനെ. അതുകൊണ്ടാണ് ഭീമാർജുന എന്ന് പറയുന്നത്. ഭീമനെ അർജുനെയും പോലെ തന്നെ ശക്തിയുള്ളവര് വേറെയും ഉണ്ട് അവരുടെ സൈന്യത്തിൽ. അതിലാരൊക്കെയാണ്? യുയുധാനയ്ക്ക് വേറൊരു പേരുണ്ട്, സാത്യകി എന്ന് പറയും. അപ്പൊ ഈ സാത്യകി വളരെ മികച്ച യോദ്ധാവ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അർജുനനെ ഒരു ആചാര്യൻ, ഒരു ടീച്ചറായിട്ട് കാണുമായിരുന്നു. എന്താന്ന് വെച്ചാൽ ദ്രോണാചാര്യരെ പഠിപ്പിക്കുന്നതിന് പോരാതെ അർജുനൻ വേറെ കുറെ വിദ്യകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഈ സാത്യകിക്ക്. അപ്പൊ അത് കാരണം സാത്യകി അർജുനനെ സ്വന്തം ഗുരുവായിട്ട് കാണുമായിരുന്നു. ഈ വാറില് സാത്യകിയെ പ്രത്യേകിച്ച് ചെയ്തത്, പറയാത്തക്കോണം ചെയ്തത് എന്തായിരുന്നു എന്ന് വെച്ചാല് 13ാമത്തെ ദിവസം, ഈ വാറിന്റെ 13ാമത്തെ ദിവസം ഈ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തില് അകത്ത് ആക്കി അവര് അവര് ചീറ്റ് ചെയ്ത് അഭിമന്യുവിനെ കൊല്ലും. ഇത് ഞാൻ പറഞ്ഞു തന്നതാണോ? ഇനി സമയമുണ്ടോ നോക്കട്ടെ ആദ്യം. എന്നാ പറയാം, ആ കഥയും കൂടെ പറയാം. അഭിമന്യു എന്ന് പറയുന്നത് അർജുനന്റെ മകനാണ്. അർജുനന്റെ സുഭദ്രയ്ക്കുണ്ടാവുന്ന മകനാണ്. സുഭദ്ര ആരാണ്? കൃഷ്ണന്റെ അനിയത്തി. അപ്പൊ അർജുനന് കൃഷ്ണന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അർജുനന് സുഭദ്രയിൽ ഉണ്ടാകുന്ന മകനാണ് അഭിമന്യു. അഭിമന്യുക്ക് അപ്പൊ 16 വയസ്സ് പ്രായമേ ഉള്ളൂ. എന്നാൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആരെയാണ്? ഉത്തര ആരാണ്? അർജുനൻ പഠിപ്പിച്ചു കൊടുത്തത്, ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത ആ കുട്ടിയാണ് ഉത്തര, വിരാടന്റെ മകള്. അപ്പൊ ഉത്തരയെ കല്യാണം കഴിച്ചിരുന്നു. അപ്പം അഭിമന്യു അന്ന് 13ാമത്തെ ദിവസം ദ്രോണാചാര്യരാണ് അപ്പം സേനാപതി. അപ്പൊ ചക്രത്തിന്റെ ആകൃതിയില് അവര് വ്യൂഹീകരിച്ചു അവരുടെ സേന. എന്നിട്ട് അത്
അതിൻ്റെ അകത്ത് കയറാനും ഇറങ്ങാനും പറ്റുന്നത് അർജുനന് മാത്രമേ ഉള്ളൂ എന്ന് ദ്രോണാചാര്യർക്കറിയാം. ദ്രോണാചാര്യര് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യും? അർജുനനെ ആ സ്ഥലത്തുനിന്ന് ഡൈവേർട്ട് ചെയ്യും, വേറെ ഒരു ചെറിയ ഒരു വോറില് ഏർപ്പെടുത്തും. എന്നുവെച്ചാൽ പല സ്ഥലത്തായിട്ട് ആണ് വോർ നടക്കുന്നത് അല്ലേ? ആ വലിയ കുരുക്ഷേത്രം എന്ന് പറയുന്ന ആ വലിയ ബാറ്റിൽ ഫീൽഡില് ഒരു സ്ഥലത്ത് അർജുനനെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കൗരവന്മാര്, എന്നിട്ട് ദ്രോണാചാര്യരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ യുധിഷ്ഠിരനെ ഇതിൻ്റെ അകത്ത് കയറ്റണം, ഈ ചക്രത്തിന്റെ ഇതിൽ ആ ചക്രത്തിന്റെ അകത്ത് കയറ്റണം, എന്നിട്ട് അതിനെ മൂടണം. അപ്പം യുധിഷ്ഠിരനെ മാത്രമായിട്ട് അവർക്ക് കിട്ടും, യുധിഷ്ഠിരനെ ഫൈറ്റ് ചെയ്യാന്. അതായിരുന്നു ദ്രോണാചാര്യരുടെ ഉദ്ദേശം. പക്ഷേ ഇത് കാണുമ്പോൾ യുധിഷ്ഠിരനും ഭീമനും അഭിമന്യുയുടെ അടുക്ക പറയും, നീ അകത്ത് കയറ്, ചക്രവ്യൂഹത്തിന്റെ അകത്തോട്ട് കയറാൻ പറയും. അപ്പൊ അഭിമന്യുവിന് കയറാനേ അറിയുള്ളൂ, ഇറങ്ങാൻ അറിയില്ല. അതെങ്ങനെയാ പഠിച്ചതെന്ന് വെച്ചാൽ, അർജുനന് ഒരു ദിവസം സുഭദ്രയ്ക്ക് വയറ്റില് അഭിമന്യു ഉണ്ടായിരുന്ന സമയത്ത്, കുഞ്ഞായിട്ട് വയറ്റിലിരിക്കുന്ന സമയത്ത് അർജുനൻ സുഭദ്രയുടെ അടുക്ക പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചക്രവ്യൂഹത്തിന്റെ അകത്ത് കയറേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് എങ്ങനെ പുറത്തിറങ്ങണം എന്ന് പറയുന്നതിന് മുമ്പ് സുഭദ്ര ഉറങ്ങിപ്പോയി. അപ്പോഴ് ഈ വയറ്റിന്റെ അകത്തിരുന്ന് ആ കുഞ്ഞ് അത് കേൾക്കുന്നുണ്ടായിരുന്നു, അഭിമന്യു. അപ്പം ചക്രവ്യൂഹത്തിന്റെ അകത്ത് കയറുന്നിടം വരെ അർജുനന് പറയുന്നത് കേട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോ അമ്മ ഉറങ്ങിയ കാരണം പിന്നെ എങ്ങനെയാ പുറത്ത് ഇറങ്ങേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പം അഭിമന്യു പറയും യുധിഷ്ഠിരന്റെ അടുത്ത്, എനിക്ക് അകത്ത് കയറാനേ അറിയുള്ളൂ, എനിക്ക് പുറത്തിറങ്ങാൻ അറിയില്ല എന്ന് പറയും. അപ്പൊ പറയും, അത് സാരമില്ല, നീ അകത്ത് കയറ്, നിന്റെ പുറകെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറാം, എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടെ ഈ ചക്ര ചുറ്റുമുള്ളവരെ എല്ലാരെയും കൊന്ന് നമുക്ക് പുറത്തിറങ്ങാം എന്ന് പറയും. അപ്പൊ ശരിയെന്നും പറഞ്ഞ് അഭിമന്യു അകത്ത് കയറും. അഭിമന്യു അകത്ത് കയറിയ ഉടനെ ഈ ചക്രം അങ്ങ് അടയ്ക്കും. ആരാണ് അടയ്ക്കുന്നത്? ജയദ്രഥൻ. ജയദ്രഥൻ എന്ന് പറഞ്ഞാല് ദുശല എന്ന് പറയുന്ന, അവർക്ക് ഒരു മകളുണ്ടെന്ന് പറഞ്ഞു അല്ലെ, ധൃതരാഷ്ട്രക്ക്. ആ ധൃതരാഷ്ട്രയുടെ മോളുടെ ഭർത്താവാണ് ജയദ്രഥൻ. അപ്പൊ ജയദ്രഥൻ ആ ചക്രവ്യൂഹം അടയ്ക്കും, എന്നിട്ട് കയറാൻ സമ്മതിക്കില്ല. യുധിഷ്ഠിരനും ഭീമനും അകത്ത് കയറാൻ സമ്മതിക്കാതെ തടയും അവരെ. അപ്പം അഭിമന്യു തന്നെയാകും അതിൻ്റെ അകത്ത്. അപ്പൊ അഭിമന്യു ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യും തന്നെയാണെങ്കിലും. അപ്പൊ 6 യോദ്ധാക്കൾ, കൗരവരുടെ 6 യോദ്ധാക്കൾ ഒന്നിച്ചു കൂടി അഭിമന്യുവിനെ ഫൈറ്റ് ചെയ്യും. ആരൊക്കെയായിരുന്നു? കർണൻ, കൃപാചാര്യര്, കൃതവർമ്മ, പിന്നെ ദുര്യോധനൻ, പിന്നെ ദുശാസനന്, ദ്രോണാചാര്യര്, കൃപാചാര്യര്, ഇവരെല്ലാരും കൂടെ. കൃപാചാര്യര് ഞാൻ പറഞ്ഞു, കൃപാചാര്യര്, ദുര്യോധനൻ, ദ്രോണാചാര്യര്, പിന്നെ ഒരാളും കൂടിയാണ് ഫൈറ്റ് ചെയ്തത്. കർണൻ പറഞ്ഞു. കർണന്, കൃപാചാര്യര്, കൃതവർമ്മ, ദ്രോണാചാര്യര്, ദുര്യോധനൻ, എനിക്ക് തോന്നുന്നു ദുശാസനനാണെന്ന്, അല്ല അശ്വത്ഥാമ. അപ്പൊ ഈ 6 പേരും കൂടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് ആദ്യം സൂതൻ ഈ സാരഥിയെ കൊല്ലും, പിന്നെ ആ കുതിരകളെ കൊല്ലും, പിന്നെ ആ രഥം തന്നെ നശിപ്പിക്കും. അപ്പം അഭിമന്യു താഴെ ഇറങ്ങിയിട്ട് സ്വാഡ്, വാള് വെച്ച് ഫൈറ്റ് ചെയ്യാൻ നേരത്ത് ആ വാള് കളയും, പരിച കളയും. എന്നിട്ട് അപ്പോഴ് അഭിമന്യു ഓർക്കും, കൃഷ്ണന് ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി ഒരു രഥത്തിന്റെ ചക്രം എടുത്തോണ്ട് ചെല്ലുന്ന ആ ഒരു സീൻ ഓർക്കും. അപ്പം ഈ രഥം താഴെ വീണ രഥത്തിന്റെ ഒരു ചക്രം എടുത്ത് ആ ചക്രവും എടുത്ത് ഓടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതും അവര് നശിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യും? ഗദയെടുത്ത് ദുശാസനന്റെ മകനായ
ദുർജയനുമായിട്ട് ഗദ ഫൈറ്റ് ചെയ്യും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും ബോധം കെട്ട് വീഴും. അപ്പൊ ദുർജയന് ആദ്യം അവർ കോൺഷ്യസ്നെസ് വരും. അപ്പൊ എന്ത് ചെയ്യും? ആ ഗദ വെച്ച് തലയ്ക്കടിച്ച് അഭിമന്യുവിനെ കൊല്ലും. അങ്ങനെ ഒരു ചീറ്റിംഗിലാണ് അഭിമന്യുവിനെ കൊല്ലുന്നത്. ഇത് അർജുനൻ അറിയുമ്പം അർജുനന് ഭയങ്കര സങ്കടം വരും. എന്നിട്ട് അർജുനൻ ഒരു ശപഥമെടുക്കും. നാളെ വൈകുന്നേരം വോറ് തീരുന്നത് സന്ധ്യയാവുമ്പോ വോറ് തീരും. അപ്പം നാളെ സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ ജയദ്രഥനെ കൊന്നില്ലെങ്കിൽ ഞാൻ തന്നെത്താനെ അഗ്നിയിൽ ചാടി ഞാൻ മരിക്കും എന്നൊരു ശപഥമെടുക്കും. ജയദ്രഥനെ എന്തുകൊണ്ടാണ്? എന്താണെന്ന് വെച്ചാൽ ജയദ്രഥനാണ് ഭീമനെയും യുധിഷ്ഠിരനെയും അകത്ത് കയറ്റാഞ്ഞത് അല്ലെ. അതുകൊണ്ട് ജയദ്രഥനെ ഞാൻ കൊല്ലും എന്ന ഒരു ശപഥമെടുക്കും. അപ്പൊ അടുത്ത ദിവസം എന്ത് ചെയ്യും? എല്ലാവരും ഭയങ്കരമായിട്ട് ജയദ്രഥനെ പ്രൊട്ടക്ട് ചെയ്യും. ആരും അർജുനൻ അടുത്ത് ചെല്ലാൻ പോലും സമ്മതിക്കാത്ത പോലെ എല്ലാവരും കൂടി അയാളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ സന്ധ്യ ആകാറുമായി ഒരു രക്ഷയുമില്ല. അപ്പോഴ് ഈ യുയുധാന എന്ന് പറയുന്ന സാത്യകി എന്ത് ചെയ്യും? കുറേ ഈ അർജുനന് അങ്ങോട്ട് അകത്ത് കടക്കാൻ വയ്യാത്ത പോലെ കൗരവര് അർജുനനെ തടയുമ്പോഴ് ഈ സാത്യകി അവരെയെല്ലാം മാറ്റാൻ ശ്രമിക്കും. അവരെയെല്ലാം കൊല്ലും. അങ്ങനെ അർജുനനെ സഹായിക്കും ഈ ഒരു വോറിലെ 14th ഡേ. അതാണ് യുയുധാന ചെയ്ത ഏറ്റവും വലിയ ഒരു ഇത് ആ ഒരു വോറിൽ ചെയ്തത് യുയുധാന. അപ്പൊ അങ്ങനെ സാത്യകി അർജുനനെ രക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യും ആ ദിവസം, 14ാമത്തെ ദിവസം. എന്നാലും ജയദ്രഥന്റെ അടുത്തെത്താൻ ഒരു മാർഗവുമില്ല. അപ്പൊ എന്ത് ചെയ്തു? കൃഷ്ണന് സുദർശന ചക്രം കൊണ്ട് സൂര്യനെ മറയ്ക്കും. അപ്പൊ എന്താ? രാത്രിയായ പോലെ ആയി അല്ലേ, ഇരുട്ടായി. അപ്പോഴത്തേക്കും കൗരവര് ആഹ്ലാദിച്ചു. ഞങ്ങൾ ജയിച്ചു, ഇനിയിപ്പൊ നമുക്ക് കാണാം, അർജുനൻ അഗ്നിയിൽ ചാടി മരിക്കുന്നതും കാണാം എന്നും പറഞ്ഞ് അവരുടെ ആയുധങ്ങളൊക്കെ താഴെയിട്ട് അവരെ ആഹ്ലാദിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും സൂര്യന്റെ ഈ സുദർശന ചക്രം മാറ്റും കൃഷ്ണൻ. എന്നിട്ട് അർജുനനോട് പറയും, ഇപ്പൊ എഴുതോളാൻ പറയും. അങ്ങനെ അർജുനന് അമ്പെയ്ത് ജയദ്രഥന്റെ തല വെട്ടി എങ്ങോട്ടേക്ക് കളയും? അത് ഈ ജയദ്രഥന്റെ അച്ഛൻ ഒരു രാജാവാണ്, എവിടത്തെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ആ രാജാവ് കുറേ ദൂരെ ഈ കുരുക്ഷേത്രത്തിൽ നിന്ന് വളരെ അകലെ ഒരു സ്ഥലത്ത് തപസ്സിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങയുടെ മടിയിൽ കൊണ്ട് ആ തല കൊണ്ടിടും. അത്ര പവർഫുൾ ആയിട്ട് ആ ആരോ അയച്ച് ആ ആരോ ഈ തല വെട്ടി അതിനെ കൊണ്ട് ആ രാജാവിന്റെ മടിയിൽ കൊണ്ടിടും. അപ്പം ഈ തപസ്സിരിക്കുന്ന കാരണം പെട്ടെന്ന് എന്തോ മടിയിൽ വീണപ്പം ചാടി എണീക്കും. അപ്പൊ ആ തല താഴെ വീഴുമ്പോൾ ആ ഇങ്ങേരും മരിക്കും. എന്താന്ന് വെച്ചാൽ ജയദ്രഥൻ ഉണ്ടായ സമയത്ത് ഒരു അശരീരി കേട്ടു, ഇത് ഭയങ്കര നല്ല പവർഫുൾ വാറിയർ ആയിരിക്കും, പക്ഷേല് ഭയങ്കര ഈ ഒരു ഈറയിൽ ഉള്ളതിലേക്ക് ഏറ്റവും വലിയ ഒരു വില്ലാളി വീരൻ കൊല്ലും, തല ഛേദിക്കും എന്ന ഒരു അശരീരി കേൾക്കും. അപ്പൊ ഈ രാജാവ് തല ഛേദിച്ചാൽ എന്ത് പറ്റും? അത് നിലത്ത് വീഴും അല്ലേ. അപ്പം ആ രാജാവ് അപ്പൊ ഒരു ഈ ജയദ്രഥനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു വരം കൊടുക്കുന്നതാണ്. നിന്റെ തല ആര് ഭൂമിയിൽ ഇടുന്നോ, തല വെട്ടിച്ച് ഭൂമിയിൽ വീഴുന്നോ, ആ ആളുടെ തല ഷാറ്റേർഡ് ടു പീസസ്, അത് പൊട്ടിത്തെറിക്കും, ആ ആളുടെ തല പൊട്ടിത്തെറിക്കും എന്നും പറയും. അപ്പൊ ഇതിപ്പോ ആരാണ് താഴെ ഇട്ടത്? ആ സ്വന്തം അച്ഛൻ തന്നെ, ഈ വരം കൊടുത്ത ആള് തന്നെയാണ് താഴെ ഇട്ടത്. അപ്പൊ അങ്ങേരുടെ തല പൊട്ടിത്തെറിക്കും. അപ്പൊ അങ്ങനെയാണ് അന്ന് അർജുനനെ കൃഷ്ണൻ രക്ഷിച്ചത്. അപ്പൊ നമ്മൾ നോക്കിയേ, കൃഷ്ണൻ നമ്മുടെ സൈഡിലുണ്ടെങ്കിൽ
നമ്മൾ കൃഷ്ണന്റെ സഹായം തേടുകയാണെങ്കിൽ, നമ്മൾ കൃഷ്ണനിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ, കൃഷ്ണൻ നമ്മളെ ഏത് പരിതസ്ഥിതിയിൽ നിന്നും നമ്മളെ രക്ഷിക്കും. അതാണ് അങ്ങനെയാണ് അർജുനനെ രക്ഷിച്ചത്. പിന്നെ ഒരു തവണയും കൂടെ അർജുനനെ രക്ഷിക്കുന്ന ഒരു കേസ് ഉണ്ട്. അത് ഈ വാർ എല്ലാം കഴിഞ്ഞ് ഈ പാണ്ഡവര് ജയിച്ചു, പ്രൊക്ലെയിം ചെയ്യും, ജയിച്ചത് പാണ്ഡവരാണ്. അപ്പൊ പാണ്ഡവര് ഈ കൗരവരുടെ ശിബിരം എന്നാ പറയുന്നത് അല്ലെ, ടെന്റില് പോകും. അവര് താമസിച്ചിരുന്ന ക്യാമ്പിൽ പോയി അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും, സ്വർണവും അവരുടെ കിരീടങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി പോകും. അപ്പൊ അവിടെ അപ്പോഴും അർജുനന്റെ തേര് തെളിക്കുന്നത് കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ അർജുനന്റെ അടുക്കൽ പറയും, നീ ആദ്യം താഴെ ഇറങ്ങാൻ പറയും. അപ്പൊ അങ്ങനെ യൂഷ്വലി സാരഥി ഇറങ്ങി കഴിഞ്ഞിട്ടാണ് യോദ്ധാവ് ആരാന്ന് വെച്ചാൽ ഇറങ്ങുന്നത്. പക്ഷെ ഇങ്ങനെ കൃഷ്ണൻ പറഞ്ഞപ്പോ അർജുനൻ ഇറങ്ങും, നിന്റെ ഗാന്ധീവവും എടുത്തോണ്ട് ഇറങ്ങാൻ പറയും. അപ്പൊ ഗാന്ധീവവും എടുത്ത് അർജുനൻ പോവും. അത് കഴിയുമ്പോഴ് കൃഷ്ണനും ഇറങ്ങും. അപ്പൊ കൃഷ്ണൻ ഇറങ്ങി അവര് മാറി നിൽക്കുമ്പോഴത്തേക്കും ഈ രഥം തീ പിടിച്ച് നശിക്കും. അപ്പൊ അർജുനൻ ചോദിക്കും, എന്താ? അർജുനനും എല്ലാവരും കാണും ഈ പാണ്ഡവര്. അപ്പൊ എന്താ അങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കുമ്പോ പറയും, എത്ര പവർഫുൾ ആയിട്ടുള്ള അസ്ത്രങ്ങൾ, കുറെ ഡിവൈൻ അസ്ത്രങ്ങളെല്ലാം ഈ അർജുനനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അതെല്ലാം ഈ രഥത്തിൽ കൊണ്ടിട്ടുണ്ട് കുറെ അസ്ത്രങ്ങൾ. അപ്പൊ ആ രഥം അപ്പോഴേ നശിക്കേണ്ടതായിരുന്നു. പക്ഷേ കൃഷ്ണൻ ഉണ്ടായിരുന്ന കാരണം അത് നശിക്കാതെ ഇരുന്നതാണ്. അപ്പൊ കൃഷ്ണൻ അതിൽ നിന്ന് മാറുമ്പോൾ അത് നശിച്ചു പോയതാണ്. അപ്പൊ അങ്ങനെ ആ നശിച്ചു പോകേണ്ടിയിരുന്ന രഥത്തിനെ ഹോൾഡ് ചെയ്തത്, അത് നശിക്കാതെ അർജുനനെ സംരക്ഷിച്ചത് കൃഷ്ണനായിരുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ കാണുന്ന എത്രമാത്രം പങ്കുണ്ടായിരുന്നു കൃഷ്ണന് ഈ വോറില് എന്നാണ്. കൃഷ്ണൻ ആയുധമൊന്നും കയ്യിലെടുത്തില്ല ആ വോറില്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നാളെ പറയാൻ സമയമില്ലാത്ത കാരണം. അപ്പൊ എന്നിട്ടും കൃഷ്ണനാണ് ഈ വോർ മുഴുവനും പാണ്ഡവരെ ജയിപ്പിച്ചു കൊടുത്തത് കൃഷ്ണനാണ് ആണ് ഇത് തെളിയിക്കുന്നത്. അപ്പൊ നമ്മളും കൃഷ്ണനെ നമ്മളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾക്കും വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. ഏത് ഫീൽഡിലും, അത് ഭൗതികമായാലും ആത്മീയമായ. ഈ ഭൗതികതയെ ഓർത്ത് നമ്മൾ കൃഷ്ണനെ ശരണം പ്രാപിക്കില്ല. എന്താന്ന് വെച്ചാൽ ഭൗതികതയില് അർത്ഥമില്ല, അതൊക്കെ ടെമ്പററിയാണ്. നമ്മൾ എയിം ചെയ്യേണ്ടത് നമ്മള് ആത്മീയ ലോകത്ത് എത്താൻ വേണ്ടി നമ്മൾ കൃഷ്ണന്റെ ശരണം പ്രാപിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കണം, ആർക്കെങ്കിലും നല്ലതോ ചീത്തയോ ഉണ്ടായിട്ട് ബാക്കി എല്ലാവരും നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് എല്ലാവർക്കും കൂടി അവർക്ക് വേണ്ടി 3 തവണ പ്രാർത്ഥിക്കാം. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. ഇല്ലെങ്കില് സുഷമ ഉണ്ടല്ലേ, സുഷമയ്ക്ക് കാര്യം ചോദിക്കട്ടെ, ഈ ക്ലാസ് എന്നൊക്കെയാ ഉള്ളതെന്നൊന്ന് പറയാവോ? എല്ലാ ദിവസവും ഉണ്ട്. തിങ്കൾ തൊട്ട് വെള്ളി വരെയും ഈ സമയത്ത് 10:30 തൊട്ട് 12 വരെയും ക്ലാസ് ഉണ്ട്. അതില് നമ്മൾ തിങ്കളും ചൊവ്വയും ഭാഗവതവും, ബാക്കി വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ നമ്മൾ ഭഗവത്ഗീതയും എടുക്കുന്നു. ആരാണ് ഇത് ചോദിക്കുന്നത്? പേരെന്താണ്? ഷീബ എന്നാണ് പേര്. ആദ്യമായിട്ടാണോ കേറുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് മാതാജി കേറുന്നത്. ഞാൻ ആദ്യമായിട്ട് അപ്പോഴേ എല്ലാ ദിവസവും ഉണ്ട്. അത് അമ്മമാർക്ക് എന്ന് വെച്ചാൽ ജോലിക്ക് പോകാത്തവർക്ക് കേൾക്കാം. പിന്നെ ജോലി ഉള്ളവർക്ക് വേണ്ടി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസം വൈകിട്ട് 8 തൊട്ട് 9 വരെ, രാത്രിയില് 8 തൊട്ട് 9 വരെ. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഉള്ള വൈകിട്ടത്തെ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാം.
ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്ന സ്റ്റോറീസ് ആയിരിക്കില്ല അവിടെ പറയുന്നത്. നമ്മൾ സെയിം ടു സെയിം ആവില്ല, നമ്മൾ ചിലപ്പോൾ വേറെ വേറെ ആയി പോകും. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അത് കേൾക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഇന്ന് തൊട്ട് നമ്മൾക്ക് അവസാനിക്കുമ്പം 3 തവണ നമ്മൾക്ക് ഹരേ കൃഷ്ണ മന്ത്രം പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ, ആർക്കെങ്കിലും ബർത്ത്ഡേ ആണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ 3 തവണ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ സുഷമ നായർ എന്ന് പറയുന്ന ആണെന്ന് തോന്നുന്നു. സുഷമയുടെ എനിക്ക് മകൾക്ക് ഒരു കുട്ടി ഉണ്ടായി അല്ലേ? ഈ സുഷമ തന്നെയല്ലേ? ഹരേ കൃഷ്ണ അല്ലേ? അല്ല, വേറെ ഒരു സുഷമ കേറിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് ഒരു ചെറുമോനുണ്ടായി. പിന്നെ മകൾക്ക് PhD കിട്ടി, ബോട്ടണിയിൽ എങ്ങാണ്ട് PhD കിട്ടി. അതിന്റെ സന്തോഷത്തിൽ നമ്മൾക്ക് അവർക്ക് വേണ്ടി 3 തവണ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. അപ്പൊ എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് 3 തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ക്ലാസ്സിൽ കയറിയവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാതാജി ഹരേ കൃഷ്ണ. പറയൂ. എന്തായാലും ഇതിന്റെ കൂടെ ഒരു രാവിലെ തുടങ്ങാൻ നേരത്തൊരു ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ ഒരു മാല കൂടെ ജീവിച്ചു തുടങ്ങാൻ പാടില്ലേ മാതാജി? അങ്ങനെ ഞങ്ങൾ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. ഇന്നലെ തൊട്ട് നമ്മൾ പറഞ്ഞു എല്ലാവരും ഒരു മാല ജപിച്ചിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് ആ സമയം കൂടെ കിട്ടുമല്ലോ ക്ലാസ്സിലെന്ന്. അല്ല, ക്ലാസ് തുടങ്ങാൻ നേരത്ത് ഒരു മാല മാത്രം. ശരി, നാളെ തൊട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് തേഴ്സ്ഡേ അല്ലേ? ഫ്രൈഡേ. നാളെ ക്ലാസ് ഉണ്ട്. അപ്പൊ നാളെ നമുക്ക് ഒരു മാല ആരെങ്കിലും ഒരാൾ ജപിച്ചാൽ മതിയല്ലോ. ആ ശരി, നമുക്ക് ടേൺ എടുക്കാം. ആര് ആദ്യം വരുന്നത് എന്ന് നോക്കിയിട്ട്, എന്നുവെച്ചാൽ എല്ലാവരും അപ്പൊ കേറി കാണില്ല. അപ്പൊ ആരെ കേറിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവരെ വെച്ച് തുടങ്ങാം. നമുക്ക് ഒരു മാല ജപിക്കാം. അപ്പം പിന്നെ നമുക്ക് നോക്കാം ആരാ ഫാസ്റ്റ് ആയിട്ട് ജപിക്കുന്നതെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ജപിക്കാം. ബാക്കി എല്ലാവരും മ്യൂട്ടിലിരുന്ന് ജപിക്കാം. ശരി, നമുക്ക് ചെയ്യാം പ്രഭു. ഹരേ കൃഷ്ണ. നീ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഉദ്ദേശപ്രാപ്തിക്ക് വേണ്ടി ആഗ്രഹം എത്ര കണ്ട് ഉറച്ചതെന്നുള്ളതിന് ഉത്തരം അതും കൂടി പണി എഴുതാം അല്ലേ? ആരെങ്കിലും സംശയം പറയുന്നതാണോ അതോ വീട്ടിൽ സംസാരിച്ചാണോ എന്നറിയില്ല. ഹരേ കൃഷ്ണ. ഇപ്പൊ നിർത്താം നമ്മൾക്ക്. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ.